Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് പാർട്ട് കുറച്ച് തിരക്കുകൾ കാരണം ലേറ്റ് ആയി പോയി, സോറി. പക്ഷെ അതിന് പകരം അടുത്ത വീഡിയോ ഏതായാലും അത് ഞായറാഴ്ച തന്നെ വരും. 1 വീക്ക് കാത്തിരിക്കേണ്ട. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഇങ്ങനെ കണ്ടുപിട്ടെന്ന് വിചാരിച്ചില്ല. ശരിക്കും നമ്മൾ കണ്ടിട്ട് എത്ര കൊല്ലമായി? 3 അതോ 4 നല്ല ജെയിൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 8 വർഷം 7 മാസം 6 ദിവസം ഇത്രയും കാലം കടന്നുപോയി. ഞാനൊന്നും മറന്നിട്ടില്ല. നീ ഒരു ദിവസം എന്നോട് പറയാതെ എങ്ങോട്ട് പോയി? അങ്ങനെ കുറെ ദിവസമായപ്പോ ഞാൻ എഴുതി വെച്ചിട്ട് പോയി. അതൊക്കെ അന്നേ അവസാനിച്ചതല്ലേ? ഓ അതെ എല്ലാം അവസാനിച്ചു. നീ എന്റെയാണ് മ്യോൾനിയർ, എന്റെ മാത്രം. കം ടു ഡാഡി. ഹേയ് സ്റ്റോം ബ്രേക്കർ, ഞാൻ നിന്നെ തന്നെ വിളിച്ചോണ്ടിരുന്നേ. എവിടെയായിരുന്നു നീ? കുറച്ച് നേരമല്ലോ കണ്ടിട്ട്. ഞാൻ ഇപ്പൊ പോയി, ഉടനെ തിരിച്ചു വരാം. നിങ്ങൾ അതുവരെ മാത്രം കാത്തിരിക്കൂ, എല്ലാം നമ്മൾക്ക് ശരിയാക്കാം. എന്നാ സ്റ്റോം ബ്രേക്കർ നീ ഇങ്ങനെ ചെയ്യുന്നേ? എനിക്ക് നിന്നെക്കാളും ഇഷ്ടം മ്യോൾനിയറിനോടാണെന്ന് വിചാരിച്ചിട്ടാണോ? എന്നത് തെറ്റാ. നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്നെ ഇനി ആസ്ട്രിഡ് എന്ന് വിളിക്കണ്ട. ഞാൻ എന്റെ പേര് മാറ്റി. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് AJP എന്ന. കറിയല്ല കുട്ടികളെ, അധികം സമയം എടുക്കില്ല. എന്തിനു ഞങ്ങളൊക്കെ ചാവാനാ? നോ AJP, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഓംനിപോട്ടന്റ് സിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ ദൈവങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. എക്കാലത്തെയും മികച്ച ദൈവങ്ങളെ കൂട്ടി നമ്മൾക്കൊരു നല്ല ടീം ഉണ്ടാക്കാം. തോർ, ഇതിപ്പോ കുറെ നേരമായല്ലോ. ലക്ഷണം കണ്ടിട്ട് ഈ ദൈവങ്ങളോ സ്യൂസോ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരൊന്നും അത്ര നല്ല ദൈവങ്ങളല്ല. ഞാനൊരു പ്ലാൻ പറയാം. ഇവരൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്യൂസിന്റെ കയ്യിലിരിക്കുന്ന തണ്ടർ ബോൾട്ട് ഉണ്ടല്ലോ, ആ ആയുധം നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾക്ക് സ്യൂസിനെ അടിച്ചിട്ട് ആ തണ്ടർ ബോൾട്ടും കൊണ്ട് രക്ഷപ്പെട്ടാലോ? മഹാനായ സ്യൂസ്, ആദ്യമേ തന്നെ പറയട്ടെ, ഈ വേദിയിൽ വരാനും ഇരിക്കാനും പറ്റിയത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും അപകടത്തിലാണ്. ഇനിയും അവൻ ദൈവങ്ങളെ കൊല്ലുന്നതിന് മുന്നേ മഹാനായ സ്യൂസിന്റെയും ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളുടെയും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ തടയാൻ സാധിക്കും. 1 2 3 മുണ്ടൂര്. നിങ്ങൾ എന്താ ചെയ്തത്? ഇത് കുറച്ച് കൂടിപ്പോയി. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. നിന്നെ ആളുകൾ എന്താ വിളിക്കാറ്? ഇടിമിന്നലിന്റെ ദേവനോ? ദ ഗോഡ് ഓഫ് തണ്ടർ. അപ്പൊ ഞാനാരാ? നിനക്ക് ശരിക്കും അങ്ങനെ ശക്തികളുണ്ടോ? അതോ വെറുതെ ആരെങ്കിലും ഇട്ടു തന്നൊരു പേരാണോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നു. നിങ്ങൾ ആ ഗോഡ് ബുച്ചറിനെ ഭയക്കുകയാണോ? നീ എന്ത് പറഞ്ഞു? സത്യം പറയാലോ, എനിക്ക് പേടിയുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ശരി, എനിക്ക് പേടിയാ. അവന്റെ കയ്യിൽ നെക്രോസോഡ് ഉണ്ട്. മഹാനായ സ്യൂസിനോട് തിരിച്ചു സംസാരിക്കരുത്. സംസാരിച്ചാൽ ഇതുപോലെ നിൽക്കേണ്ടി വരും. സ്യൂസ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങളുടെ ആയുധം, ആ മഹത്തായ തണ്ടർ ബോൾട്ട്, അതെങ്കിലും ഞങ്ങൾക്ക് തരണം. എന്നെ കൊണ്ടല്ലാതെ ആർക്കും തണ്ടർ ബോൾട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്യൂസ്, അഹങ്കാരം നിങ്ങളുടെ തലയ്ക്ക് മീതെ പറക്കുന്നു. ഇടിമിന്നലിന്റെ യഥാർത്ഥ ശബ്ദം എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ തോർ മുൻപ് ചെയ്തതുപോലെ AJPയുടെ ഹെൽപ്പോടെ കുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കുട്ടികളുടെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി ഒംനിപോട്ടന്റ് സിറ്റി വെച്ച് എന്താ നടന്നതെന്ന് ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ കുട്ടികളെ, അങ്ങനെ എന്നെ അവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞപ്പോ ജെയിൻ ആന്റിയും വാൾക്കേറി ആന്റിയും കോർഗ് അങ്കിളും കൂടെ നേരെ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കോർഗിനെ CS തണ്ടർ ബോൾട്ട് വെച്ച് കുറച്ച് കല്ലുകളാക്കി പൊടിച്ചു കളഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തണ്ടർ ബോൾട്ട് പിടിച്ചെടുത്ത് CSന്റെ നെഞ്ചാങ്കൂട് നോക്കി ഒരു ഒറ്റ വിടലങ്ങോട്ട് വിട്ടു. പിന്നെ ആടുകൾ ബോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ കയറിപ്പോയി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? മറ്റൊരു ക്ലാസിക് തോർ അഡ്വഞ്ചർ. പക്ഷെ തോർ, കഥകളിൽ കേട്ടിരിക്കുന്ന CSനെ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. മക്കളെ, കഥകളിൽ കേട്ട CS ഒരു നുണയായിരുന്നു. അദ്ദേഹം ഒരു നല്ലവനാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ ആരാധിക്കുന്നവരെ പോയി കാണാൻ നിൽക്കരുത്. നിങ്ങൾ ആരാധിക്കുന്നവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. പക്ഷെ അതൊക്കെ വിട്. ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ആ ഗോർ ഏത് സമയത്ത് ഞങ്ങളുടെ തല പറിച്ചെടുക്കാൻ അറിയില്ല. മക്കളെ, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സത്യം പറയാലോ, നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് നിങ്ങളുടെ അത്ര പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പിള്ളേരാണെങ്കിലും നിങ്ങൾ സൂപ്പറാ. സത്യത്തിൽ ഞാനിതുവരെ കണ്ടിട്ടുള്ള അസ്ഗാർഡിയൻസിൽ വെച്ച് നിങ്ങളായിരിക്കും ഏറ്റവും ധൈര്യമുള്ളവർ. അതുകൊണ്ട് പേടിക്കാതിരിക്കും. നമ്മളിപ്പോ ഒരു ടീമാണ്. നിങ്ങളിപ്പോ ഒരു ടീമാണ്. അതുകൊണ്ട് പരസ്പരം ഓരോരുത്തരും സഹായിച്ച് മുന്നേറണം. കൂട്ടത്തിൽ ഒരാളെ തൊടാൻ പോയാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. പറയേ JP, നീയാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ലയോ? ഇല്ല തോർ, ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ പേടി തോന്നുന്നില്ല. ഞങ്ങളും ഫൈറ്റ് ചെയ്യും. ഇതാണ് അസ്ഗാർഡിയൻ പിള്ളേർ. നിങ്ങളെ പേടിപ്പിക്കാൻ ഗോറിനെ കൊണ്ട് സാധിക്കില്ല. തോർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തോറിന്റെ റിയൽ ബോഡിയിൽ വാൾക്കേറി ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അവളുടെ മുടിയെടുത്ത് തോറിന്റെ മൂക്കിൽ ഇക്കിളിയാക്കാൻ തുടങ്ങി. ഇവിടെ ഇക്കിളിയാക്കിയപ്പോ അവിടെ പിള്ളേരുടെ അടുത്ത് പോയി നിൽക്കുന്ന തോറിനും ഇത് ഫീൽ ചെയ്തു. അങ്ങനെ കണക്ഷൻ കട്ടായി. തോർ പെട്ടെന്ന് അവന്റെ ബോഡിയിലേക്ക് തിരിച്ചു വരുവാണ്. കുട്ടികളൊക്കെ തോറിനെ അവരുടെ മെയിൻ ഹീറോ ആയിട്ടാണ് കാണുന്നത്. അവർ കഥകളി കേട്ട സ്യൂസിനെ അവർക്ക് ഇപ്പൊ ഇഷ്ടമല്ല. കാരണം സ്യൂസിന്റെ ശരിക്കുള്ള സ്വഭാവമൊക്കെ തോർ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. തോർ, പിള്ളേർ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സത്യം പറഞ്ഞ പിള്ളേർ കുറച്ച് പേടിച്ചിരിക്കുക. ഞാൻ അവർക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്തു. എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കുമെന്നും നമ്മൾ അവിടെ ചെന്നവരെ രക്ഷിക്കുമെന്നും ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അപ്പൊ നീ പാവം പിള്ളേരെ പറ്റിച്ചല്ലേ? നീ അവരോട് കള്ളം പറഞ്ഞു.
നമ്മുടെ കയ്യിൽ ഇനി എന്ത് പ്ലാനാ ഉള്ളത്? ദൈവങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കാന്ന് വെച്ച് പോയിട്ട് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള CS-നെ കൊന്നിട്ട് തിരിച്ചു വന്നു. അതിനിടയ്ക്ക് നമ്മളുടെ കോർഗ് വരെ മരിച്ചു പോയില്ലേ? ഹേ ഗൈസ്, ഞാൻ മരിച്ചിട്ടില്ല. എന്റെ തല ബാക്കിയുള്ളിടത്തോളം കാലം എനിക്ക് വീണ്ടും വളരാൻ പറ്റും. ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്. ഓ സോറി കോർഗ്. പിന്നെ തോറിന്റെ കാര്യം, നിന്നെ അവര് നാണം കെടുത്തി വിട്ടില്ലേ? ഒരു അടിവസ്ത്രം പോലും ഇടാതല്ലേ നിന്നെ അവർ നിർത്തിയത്? ആക്ച്വലി എന്റെ ജിം ബോഡി എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ നിന്നതിൽ പ്രശ്നമൊന്നും തോന്നിയില്ല. നിനക്കോ ജെയിൻ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കും പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. അതെ തോർ, എനിക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല തോർ, നമ്മളിപ്പോ ഗോറിനെ പിടിക്കാനും പിള്ളേരെ രക്ഷിക്കാനും വേണ്ടി ഷാഡോ റെയിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ മുന്നത്തെ പോലെ ശക്തരല്ല. നമ്മൾ മരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല വാൾക്കേറി, എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? ആരും മരിക്കാൻ പോകുന്നില്ല. ഒരു കുഴപ്പമില്ല നമുക്ക്. നമ്മൾ പോകുന്നു, പിള്ളേരെ രക്ഷിക്കുന്നു, തിരിച്ചു വരുന്നു. പറ്റുകയാണെങ്കിൽ ഗോറിനെ തീർക്കുന്നു. നമ്മൾ മഹാനായ സ്യൂസിനെ കൊന്നിട്ട് വന്ന് നിൽക്കുന്നേ. നിനക്ക് ആ വല്ല ചിന്തയുണ്ടോ? ഓക്കെ വാൾക്കേറി, നിനക്ക് പേടിയാണോ? ഒരുപക്ഷെ സ്യൂസിനെ കൊന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം. ഒരുപക്ഷെ ദൈവങ്ങൾ മുഴുവൻ നമ്മൾക്കെതിരെ തിരിഞ്ഞ് നമ്മളെ വേട്ടയാടുമായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്യൂസിന്റെ ഈ മാരകമായിട്ടുള്ള ആയുധം മോഷ്ടിച്ചില്ലേ, ദി തണ്ടർ ബോൾട്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു ആർമിയുടെ ആവശ്യം എന്താ? ഇതിന്റെ പവർ എന്താണെന്നറിയോ? ഇതിന്റെ ആ ഒരു സ്റ്റൈല് നോക്ക്, ഇതിന്റെ ആ ഒരു ഫിനിഷിംഗ് നോക്ക്, എന്തൊരു മൂർച്ച അതിന്. അതിന്റെ കളറ് കണ്ടോ? മനോഹരം, അതിമനോഹരം. തോർ തണ്ടർബോൾട്ടിനെ പറ്റി ഇങ്ങനെ പൊക്കിയടിക്കുന്ന കണ്ട് കപ്പലിന്റെ മുന്നിൽ കുത്തിവെച്ചിരിക്കുന്ന സ്റ്റോം ബ്രേക്കറിന് അത്ര പിടിച്ചില്ല. നമ്മൾ നേരത്തെയും കണ്ടല്ലോ, തോർ മ്യോൾനിയറിനെ നോക്കി നിൽക്കാൻ പാടില്ല, തോർ മ്യോൾനിയറിനോട് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ പല പിടിവാശികളും സ്റ്റോം ബ്രേക്കറിനുണ്ട്. സ്റ്റോം ബ്രേക്കർ പെട്ടെന്ന് അവിടെ മിന്നിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായ തോർ പെട്ടെന്ന് വിഷയം മാറ്റുവാണ്. ഹേയ് സ്റ്റോം ബ്രേക്കർ, അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഞാൻ ഈ പുതിയ ആയുധമുണ്ടല്ലോ തണ്ടർബോൾട്ട്, ഇത് വാൾക്കേറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ തണ്ടർബോൾട്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. എന്റെ സ്റ്റോം ബ്രേക്കറിന് മുന്നിൽ ഇതൊക്കെ എന്ത്? ദാ പിടിച്ച വാൾക്കേറി, എനിക്കൊന്നും വേണ്ടത്, എനിക്ക് എന്റെ സ്റ്റോം ബ്രേക്കറിന് മതി. അങ്ങനെ പറഞ്ഞു തോർ സ്റ്റോം ബ്രേക്കറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ബിയർ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഹലോ സ്റ്റോം ബ്രേക്കർ, എന്താ ദേഷ്യപ്പെട്ടിരിക്കുവാണോ? ദേ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് വേറെ ഒരു ചുറ്റിക്കളിയില്ല. എന്റെ ആയുധങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയാ. നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? നീ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് ചൂടായല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നിന്റെ ആദ്യത്തെ ബിയർ കുടിക്കാൻ സമയമായി, ഞാൻ ഒഴിച്ചു തരാം. ബിയർ ഒക്കെ കുടിച്ച് ചില്ലായിട്ട് പോവാന്നേ. അങ്ങനെ പറഞ്ഞു തോർ അവൻ കൊണ്ടുവന്ന ബിയർ സ്റ്റോം ബ്രേക്കറിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അതൊരു തുള്ളി പോലും ബാക്കിയാവാതെ നേരെ താഴെ വീണുപോയി. ചിലപ്പോ സ്റ്റോം ബ്രേക്കറിനെ തണുപ്പിക്കാൻ വേണ്ടിയോ അവന്റെ മൂഡ് മാറ്റാൻ വേണ്ടിയോ ആയിരിക്കും തോർ ഇങ്ങനെ ചെയ്തത്. ഈ സമയത്ത് ജെയിൻ അങ്ങോട്ട് വരുവാണ്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ജെയിൻ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയുന്നു വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. നീ അന്ന് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീയും മ്യോൾനിയറും ഇപ്പൊ നല്ലൊരു ടീമാണ്. നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. സ്യൂസ് എന്നെ അപമാനിച്ചപ്പോഴേക്കും നീ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നു. അത് ചെറിയ കാര്യമല്ല. അതേ തോർ, നിന്നെ സ്യൂസ് അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കിസ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. പെട്ടെന്ന് തോറിന് എന്തോ പ്രശ്നം തോന്നിയിട്ട് അവൻ ദൂരെ കാണുന്ന സ്പേസ് ഡോൾഫിനുകളെ ചൂണ്ടിക്കാണിക്കുവാണ്. സ്പേസ് ഡോൾഫിനുകൾ എന്ന് പറഞ്ഞ സ്പേസിൽ കാണുന്ന ഡോൾഫിനുകൾ വളരെ ബ്യൂട്ടിഫുള്ളും അപൂർവമായിട്ട് മാത്രമേ ഈ കാഴ്ചകൾ കാണാൻ പറ്റൂ. ഈ ഡോൾഫിനുകൾ പല പല ഇണകളെ തിരഞ്ഞെടുക്കാറില്ല. ജീവിതകാലം മുഴുവൻ അവർക്ക് ഒരേ ഒരു ഇണം മാത്രമേ ഉണ്ടാവൂ, ഒരേ ഒരു ലവർ. അങ്ങനെ അവർ രണ്ടുപേരും ആ കാഴ്ചകൾ കണ്ട് നിൽക്കാൻ തുടങ്ങി. ഈ സമയത്ത് കോർഗാണെങ്കിൽ വാൾക്കേറിയോട് അവന്റെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വാൾക്കേറി, നിനക്കറിയാമല്ലോ എന്റെ ദൈവത്തിന്റെ പേര് നിന്നി ഓഫ് ദ നോനിന്ന. ദൈവം ഞങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇഷ്ടമുള്ളവരെ കണ്ണും കണ്ണും നോക്കിയിരിക്കാറില്ലേ? അതുപോലെ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഞങ്ങൾ കല്ലും നോക്കിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ പരസ്പരം കൈകൾ പിടിച്ചിരിക്കും, അതായത് കല്ലുകൾ പിടിച്ചിരിക്കും. പിന്നെ വാൾക്കേറി, ഞങ്ങൾക്ക് എങ്ങനെ കുട്ടികളുണ്ടാവുന്നറിയോ? എന്നെ പോലെയുള്ളവര് എന്ന് പറഞ്ഞാൽ ക്രോണന്മാര് കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാ. രണ്ടച്ഛന്മാര് പോയി ഒരു ഗുഹയുടെ ഉള്ളിൽ കയറും. എന്നിട്ട് തിളച്ചു മറിയുന്ന ലാവയുടെ ഉള്ളില് അവർ രണ്ടുപേരും കയറി കൈകൾ കോർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു മാസം ഇരുന്ന് കഴിയുമ്പോൾ അവർ കൈകൾ വേർപ്പെടുത്തി മാറ്റും. അപ്പൊ അവർക്ക് പുതിയൊരു ക്രോണൻ കുട്ടി ജനിച്ചിട്ടുണ്ടാവും. മതി കോർക്ക്, ഇത്രയും ഡീറ്റെയിൽസ് വേണ്ട. അല്ല വാൾക്കേറി, നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ലേ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ആരും ഇഷ്ടപ്പെടാൻ പോകാറില്ല. അതെന്താ വാൾക്കേറി? എനിക്ക് നിന്റെ കഥകളെ പറ്റി അറിയാം. പണ്ടാ യുദ്ധത്തിനിടയ്ക്ക് നിന്റെ കാമുകി മരിച്ചപ്പോ നിനക്ക് രക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നീ ഇപ്പോഴും പ്രണയം വേണ്ടെന്ന് വെക്കുന്നത്? നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ട്സിനെ കണ്ടെത്തിക്കൂടെ? അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ എപ്പോഴും ബിയറൊക്കെ കുടിച്ച് ഇങ്ങനെ കലിപ്പായിട്ടിരിക്കുന്നത്? ആ അതെ കോർക്ക്, തൽക്കാലം നീ ഒന്നും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ നിന്റെ ബാക്കിയുള്ള തലകൂടി ഞാൻ പൊട്ടിച്ചു കളയും. അപ്പോ കോർഗിന് രണ്ടച്ഛന്മാരാണുള്ളത്, ഡബിൾ ഡാഡി. അതായത് സിനിമയിൽ എങ്ങനെ പറയുന്നത് അതുപോലെ വാൾക്കേറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വാൾക്കേറിക്ക് കാമുകിയായിരുന്നു ഉണ്ടായിരുന്നത്. വാൾക്കേറി അങ്ങനെ, കോർഗ് ഇങ്ങനെ. ഈ സമയത്ത് തോറിന് ജെയിനോട് അവന്റെ ഇഷ്ടം തുറന്ന് പറയാൻ തോന്നി. ജെയിൻ, ഇനി എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്റ്റാർ ലോഡ് എന്ന പേര്. അവൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും പ്രണയമില്ലാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു വട്ടം പ്രണയിച്ച് അത് നഷ്ടപ്പെട്ട ഫീലിൽ വേദനയോടെ ജീവിക്കുന്നതാണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജെയിൻ. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ വേറെ ആളുകളെയും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആരെയും അടുപ്പിക്കാറില്ല, ഞാൻ ആരെയും സ്നേഹിക്കാറില്ല. ഞാൻ അങ്ങനെ ആയി മാറി. നിന്നെ നഷ്ടപ്പെടുത്തിയതുപോലെ വേറെ ആളുകളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. മനസ്സിന്റെ ഈ വേദന മാറ്റാൻ വേണ്ടി ഞാൻ ധ്യാനം ചെയ്യുന്നത് പോലെ കണ്ണടച്ചിരുന്ന് നോക്കാറുണ്ട്. പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജെയിൻ,
എനിക്ക് എന്താ വേണ്ടതെന്ന്. കഴിഞ്ഞ കാലത്തെ പറ്റിയോ ഭാവിയെ പറ്റിയോ ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് ഈ നിമിഷത്തിൽ ജീവിക്കണം. എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല ജെയിൻ. എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ്. എനിക്ക് ജീവിക്കേണ്ടത് നിന്നോടൊപ്പമാണ് ജെയിൻ. ഐ ലവ് യു സോ മച്ച്. നീ എന്തോന്നും പറയത്തത്? ഐ എം സോറി തോർ. എനിക്ക് ക്യാൻസർ ആണ്. ക്യാൻസറോ? എന്താ ജെയിൻ നീ പറയുന്നത്? ഓ മൈ ഗോഡ്, ഞാൻ ഈ കാര്യം നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇത് പറയരുതെന്ന് വിചാരിച്ചതാ. ഇപ്പൊ നീ ഇത് അറിഞ്ഞിട്ട് എന്നെ സഹതാപത്തോടെ നോക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ജെയിൻ ജെയിൻ ഐ എം സോറി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞ തോർ. എനിക്ക് ക്യാൻസർ ഒന്നുമില്ല. വാ നമുക്ക് പോയി രണ്ട് ഫൈറ്റ് ചെയ്യാം. നമുക്ക് പോയി ഏതെങ്കിലും വില്ലന്മാരെ തോൽപ്പിച്ചിട്ട് വരാം. ജെയിൻ എനിക്ക് മനസ്സിലായി. ഇതാണ് നീ എന്റെ അടുത്ത് നിന്ന് വിളിക്കുന്നതല്ലേ. എനിക്കിപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത് അറിയുന്നതിനേക്കാൾ മുൻപുള്ള വിഷമമാണോ അതോ ഇപ്പൊ തോന്നുന്ന വിഷമമാണോ വലുതെന്ന് എനിക്ക് പോലും അറിയില്ല. എത്ര നാളായി ഇത് കണ്ടുപിടിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയപ്പോ ഞാൻ പോയി ഡോക്ടറെ കണ്ടു. അപ്പൊ പറയാ എന്റെ രോഗം സ്റ്റേജ് 4 ആയിരുന്നു. അതായത് രക്ഷപ്പെടാൻ ഇനി ചാൻസ് ഇല്ലെന്നാ അവര് പറയുന്നത്. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ അസുഖം മാറ്റാൻ പറ്റിയില്ല. അപ്പോഴാണ് എനിക്ക് മ്യോൾനിയറിന്റെ കാര്യം ഓർമ്മ വന്നത്. മ്യോൾനിയർ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞില്ലേ, അത് ശരിയാ. ചിലപ്പോ സയൻസിന് പറ്റാത്തത് നിങ്ങളുടെ അസ്ഗാർഡിയൻ മാജിക്കിന് സാധിച്ചാലോന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അസുഖം ഭേദമാക്കാൻ ഒരു പക്ഷെ മ്യോൾനിയറിന് സാധിച്ചാലോന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് നീ ന്യൂ അസ്ഗാർഡിലേക്ക് വന്നതല്ലേ. മ്യോൾനിയറിന് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചു. അതേ തോർ, സത്യം പറഞ്ഞ ആദ്യമായിട്ട് മ്യോൾനിയർ കയ്യിലെടുത്തപ്പോ എന്റെ അസുഖമൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ല. മ്യോൾനിയർ താഴെ വെക്കുന്നതോടെ എല്ലാം പഴയതുപോലെയാവാണ്. ഒരുപക്ഷെ പഴയതിനേക്കാൾ മോശം. പക്ഷെ എനിക്കിങ്ങനെ ഒരു തോറിനെ പോലെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് ഓക്കെ ജെയിൻ. വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റില്ല. നമ്മൾക്കൊക്കെ ഇനി എത്ര സമയമുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടുള്ള സമയത്ത് നമുക്ക് നാളെ പറ്റി ആലോചിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ചെയ്യും. പിന്നെ മ്യോൾനിയർ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. നീ അതിന് അർഹയായതുകൊണ്ട് തന്നെയാണ് മ്യോൾനിയർ നിന്നെ തെരഞ്ഞെടുത്തത്. പണ്ട് ഞാൻ അർഹനല്ലാതെ ഭൂമിയിലേക്ക് വന്ന് വീണപ്പോ ഞാൻ നിന്റെ കൂടെ താമസിച്ചു. നീയാണ് എന്നെ വീണ്ടും അർഹനാക്കി മാറ്റിയത്. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. നീ കാരണമാണ് എനിക്ക് വീണ്ടും മ്യോൾനിയർ ഉയർത്താൻ സാധിച്ചത് ജെയിൻ. പാവങ്ങളെ സഹായിക്കുക എന്നുള്ള കാര്യം എന്നെ പഠിപ്പിച്ചത് നീയാണ്. അതിനേക്കാൾ വലിയ ലക്ഷ്യമില്ലെന്ന് നീയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പ്രത്യേകമായ ഒരു ശക്തികളില്ലെങ്കിൽ പോലും തിന്മയ്ക്കെതിരെ പോരാടാമെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. നിന്നോളം മറ്റാരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല ജെയിൻ. അതുകൊണ്ട് നിനക്കിനി എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നിനക്ക് എന്ത് ചെയ്യണമെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട്. നമുക്കതൊക്കെ ഒരുമിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ എനിക്ക് അസ്ഗാർഡിലെ ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. അവരുടെ കുടുംബത്തിലേക്ക് ആ കുട്ടികളെ തിരിച്ചു കൊടുക്കണം. അതെന്റെ അവസാനത്തെ മിഷൻ ആയാലും എനിക്കതിൽ പ്രശ്നമില്ല തോർ. ഞാൻ സന്തോഷത്തോടെ മരിക്കും. ഇപ്പോഴാണ് നീ ശരിക്കും ഒരു തോറിനെ പോലെ സംസാരിക്കുന്നത് ജെയിൻ. നീ ലേഡി തോറാണ്. നീ എനിക്ക് പറ്റിയ ആളാണ് ജെയിൻ. അങ്ങനെ പറഞ്ഞ അവർ രണ്ടുപേരും കിസ് ചെയ്യുവാണ്. വാൾക്കേറി, എനിക്കൊരു സംശയം. ഈ തോറും ജെയിനും കൂടി പുറത്ത് എന്തായിരിക്കും ഇത്ര സംസാരിക്കുന്നത്? അതെനിക്കറിയില്ല കോർക്ക്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവരെന്തായാലും സംസാരിക്കുകയല്ല. തോറിനൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോർ ഒരു നല്ല അച്ഛനായിരിക്കും. ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്ന പോലെ തോറും ജെയിനും കൂടി നല്ല ചൂടുള്ള ലാവയിൽ കയറി കൈകോർത്തിരുന്ന അവർക്ക് കുട്ടികളുണ്ടാവോ? ഐ എം സോറി കോർക്ക്, അതങ്ങനെയല്ല വർക്കാവുന്നത്. പിന്നെ എങ്ങനെയാ? ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ചാനലാന്ന് നിനക്ക് അറിഞ്ഞുകൂടാ തെണ്ടി. മിണ്ടായിരിക്കണം വായടച്ച്. അങ്ങനെ പറഞ്ഞ് വാൾക്കേറി പുറത്തേക്ക് ചെല്ലുവാണ്. അവളങ്ങോട്ട് ചെന്നപ്പോഴേക്കും തോർ ജെയിനിന് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് നിർത്തി. അങ്ങനെ അവർ കടന്നു ചെല്ലുവാണ് ദ ഷാഡോ റെൽമിലേക്ക്. നിഴലുകളുടെ ലോകം. ഇവിടെ ഷാഡോസ് മാത്രമേ ഉള്ളൂ, നിറങ്ങളില്ല. അങ്ങോട്ട് കടന്നപ്പോഴേക്കും ഇവരുടെയും ഇവരുടെ ഡ്രസ്സിന്റെയും ഈ ഷിപ്പിന്റെയും അങ്ങനെ മൊത്തത്തിൽ എല്ലാ കളറും ഇല്ലാതെയായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറുവാണ്. ഒരു അവാർഡ് പടം പോലെ. കണ്ട ഭൂമിയെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രഹം. ഈ ഏരിയയാണ് ഷാഡോ റെൽം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഭൂമിയിലേക്ക് സ്പേസ് ഷിപ്പ് കൊണ്ട് ഇറക്കുന്നത് പോലെ നേരെ കപ്പൽ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. പക്ഷെ അത് അവിടെ ഇടിച്ചു നിന്നു. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഭൂമിയെ പോലെ ഒരു അന്തരീക്ഷമുള്ള ഗ്രഹമല്ല, മറിച്ച് ചന്ദ്രനെ പോലെ അന്തരീക്ഷമില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നേരെ ചെന്ന് ഇടിച്ചു നിന്നത്. ഇവിടെ ഗ്രാവിറ്റി കുറവാണ്. തോറിനും ജെയിനും ഇഷ്ടം കൂടിയിട്ട് അവര് കൈകൾ കോർത്തു പിടിച്ചാണ് നടക്കുന്നത്. ജെയിനിനെ ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്ന് തോറിന് പറയാം. ഈ കാര്യം ജെയിനും അറിയാം. അവിടെ കുട്ടികളെ പൂട്ടി വെച്ചിരിക്കുന്ന ആ ജയിൽ പോലെയുള്ള സംഭവം കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കുട്ടികളില്ല. അപ്പൊ ഗോർ അവരെ നേരത്തെ എവിടേക്കോ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ കുട്ടികളെ അന്വേഷിച്ച് അവിടെ നടക്കാൻ തുടങ്ങി. അവിടെ ടെന്റ് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ കടന്നു ചെല്ലുവാണ്. എന്താണ് ഈ സ്ഥലം എന്ന് തോറിനോ മറ്റുള്ളവർക്കോ മനസ്സിലായില്ല. ജെയിൻ മറ്റൊരു റൂമിലേക്ക് കടന്നു. അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾ മ്യോൾനിയറിന്റെ പവർ ഉപയോഗിച്ച് അവിടെ ലൈറ്റ് കൊണ്ടുവരുവാണ്. ഇവിടെ ശ്രദ്ധിച്ച കാണാൻ പറ്റും, മ്യോൾനിയറിന്റെ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് മാത്രം നിറങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ജെയിൻ പോയി നോക്കിയപ്പോഴാണ് അവിടെ ഗോർ പതിച്ചു വെച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ കാണുന്നത്. അപ്പോഴാണ് ജെയിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഒരു താക്കോൽ അല്ലെങ്കിൽ കീ ഉണ്ടെങ്കിൽ മാത്രമാണ് എറ്റേണിറ്റിയുടെ ഗേറ്റ് തുറന്ന് എറ്റേണിറ്റിയുടെ മുന്നിലെത്തി ആവശ്യമുള്ള വരം ചോദിക്കാൻ പറ്റൂ. ആ താക്കോൽ എന്ന് പറയുന്നത് ബൈഫ്രോസ്റ്റ് ആണ്. ഇപ്പൊ ബൈഫ്രോസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്തിനാ? സ്റ്റോം ബ്രേക്കറിന്. സോ എറ്റേണിറ്റിയുടെ ഗേറ്റ് തുറക്കാനുള്ള താക്കോലാണ് സ്റ്റോം ബ്രേക്കർ. അതുകൊണ്ടാണ് ഗോർ തോറിന്റെ കയ്യിലുള്ള സ്റ്റോം ബ്രേക്കർ നോക്കി നടക്കുന്നത്. സോ ഇതായിരുന്നു ഗോറിന്റെ ഇത്രയും നാളായിട്ടുള്ള പ്ലാൻ. തോറിന്റെ കയ്യിൽ നിന്ന് സ്റ്റോം ബ്രേക്കർ അടിച്ചു മാറ്റി അതിലെ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് എറ്റേണിറ്റിയുടെ ഗേറ്റിന്റെ വാതിൽ തുറന്ന് എറ്റേണിറ്റിയുടെ മുന്നിൽ പോയി എല്ലാ ദൈവങ്ങളും ഇല്ലാതെയാവണമെന്ന് ഒരു വരം അങ്ങോട്ട് ചോദിക്കുക. അതപ്പോ തന്നെ സംഭവിക്കും. അപകടം മനസ്സിലായി ജെയിൻ നേരെ തിരിഞ്ഞോടുവാണ്. ഇതൊരു കെണിയാന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ ചുറ്റും നോക്കാൻ വേണ്ടി പോയപ്പോ തോർ സ്റ്റോം ബ്രേക്കർ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു. ജെയിൻ നേരെ ഓടിച്ചെന്ന് സ്റ്റോം ബ്രേക്കർ എടുത്ത് കറക്കി പറ്റാവുന്നത്ര വേഗത്തിൽ ഒരു ഒറ്റ ഏറ്. ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞ ഗോറിനത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ജെയിൻ ഇങ്ങനെ ചെയ്യുന്നത്. അവൾ ഓടി വന്ന് തോറിനോടും വാൾക്കേറിയോടും കാര്യം പറഞ്ഞു. അവരെല്ലാവരും ആയുധങ്ങൾ എടുത്ത് റെഡിയായി. തോറിന്റെ കയ്യിൽ തൽക്കാലം ആയുധമില്ല. സ്റ്റോം ബ്രേക്കർ എടുത്ത് ജെയിൻ എറിഞ്ഞു കളഞ്ഞല്ലോ. പക്ഷെ വാൾക്കേറിയുടെ കയ്യിൽ തണ്ടർ ബോൾട്ട് ഉണ്ട്. ഈ സമയത്ത് അവിടേക്ക് നിഴലുകൾ പടർന്നു വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഗോർ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഷാഡോ റെൽമാണ്. ഇവിടുത്തെ രാജാവാണ് ഗോർ. ഇവിടെ ഏറ്റവും പവർ ഉള്ളതും ഗോറിന് തന്നെയാണ്. ജെയിൻ, എന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. നീ എന്തിനാ സ്റ്റോം ബ്രേക്കർ എടുത്ത് എറിഞ്ഞു കളഞ്ഞ്? ഇതൊരു ട്രാപ്പാണ് തോർ. നമ്മളിവിടേക്ക്
കൊണ്ടുവരാൻ വേണ്ടി ഗോർ കളിച്ച് കളിയതൊക്കെ. അവന് സ്റ്റോം ബ്രേക്കർ വേണ്ടത്. സ്റ്റോം ബ്രേക്കറാണ് എറ്റേണിറ്റിയുടെ താക്കോൽ. ഗോർ അവന്റെ മുഖത്തെ മറന്നേക്കി അങ്ങോട്ട് നടന്നു വരുവാണ്. ദൈവങ്ങളോടുള്ള അടങ്ങാത്ത ദേഷ്യം അവന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. തോറും ജീനും വാൾക്കേറിയും അവൻ അറ്റാക്ക് ചെയ്യാൻ പോയി. പക്ഷേ ഷാഡോ റെൽമിൽ ഗോറിനെ തോൽപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടും. ഗോർ കൈ ഉയർത്തിയ ഉടനെ അവിടുന്ന് ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കൈകൾ ഉയർന്നു വരുവാണ്. അങ്ങനെ ഷാഡോ റെൽമിലെ നിഴലുകൾ ആയുധമാക്കി 3 പേരെയും ഗോർ അനങ്ങാൻ പറ്റാത്ത പോലെ അവിടെ കെട്ടി നിർത്തുവാണ്. ഗോർ, നമ്മൾ തമ്മിൽ എപ്പോ കാണുമ്പോഴും നീ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കണം. നിന്റെ കോടാലിയെ തിരിച്ചു വിളിക്ക്. എനിക്ക് അതാ വേണ്ടത്. തിരിച്ചു വിളിക്ക് നിന്റെ കോടാലിയെ ഇപ്പൊ തന്നെ. നിനക്കിപ്പോ എന്തിനാ കോടാലി? നീ ആദ്യം പോയി ഒരു പല്ല് ഡോക്ടറെ കാണും. നിന്റെ വായ കണ്ടിട്ട് എന്നെ പേടിയാവോ? തോറിങ്ങനെ എല്ലാ സീരിയസ് സിറ്റുവേഷനിലും കോമഡി അടിക്കുന്നത് ഗോറിന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഗോർ അപ്പൊ തന്നെ തോറിന്റെ വായ അടച്ചു വെക്കുവാണ്. എന്നിട്ട് തോറിന്റെ കൈ ബലമായി തുറപ്പിച്ച് കോടാലി അല്ലെങ്കിൽ സ്റ്റോം ബ്രേക്കറിനെ വിളിപ്പിക്കാൻ പറയുവാണ്. പക്ഷെ അത് വർക്കാവുന്നില്ല. തോർ വേണമെന്ന് വിചാരിച്ചാലാണല്ലോ ആയുധങ്ങൾ അവന്റെ കയ്യിലേക്ക് വരും. തോർ, നീ ഒരു ദൈവമാണെന്ന് എനിക്കറിയാം. എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്. നിനക്ക് തെറ്റി ഗോർ. ദൈവങ്ങളുടെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് നിനക്കറിയില്ല. ദൈവങ്ങൾ നീ വിചാരിക്കുന്നത് പോലെയല്ല. ഓ, എന്നാ ഞാൻ പറയുന്നതിന് ഉത്തരം താ. എനിക്കെതിരെ പോരാടാൻ സഹായം ചോദിച്ച് നീ ദൈവങ്ങളുടെ അടുക്കൽ പോയില്ലേ? എന്നിട്ട് അവർ നിന്നെ സഹായിച്ചോ? നിന്നെ ഉപദ്രവിക്കുകയല്ലാതെ നിന്നെ സഹായിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല. ഞാനും പണ്ട് ഇതേപോലെ സഹായം ചോദിച്ച് ദൈവത്തിന്റെ അടുത്ത് പോയിരുന്നു. പക്ഷെ എന്നെയും ആ ദൈവം ശ്രദ്ധിച്ചില്ല. അപ്പൊ പറഞ്ഞു വരുമ്പോ ഞാനും തോറും ഒരുപോലെയാണ്. അല്ല, തോർ നിന്നെ പോലെയല്ല. അവൻ നല്ലവനാ. ഓ, ഇതാരാ? വാൾക്കയറി? ഒന്നുകൂടെ പറ. ഞാൻ ഒരു വട്ടം പറഞ്ഞില്ലേ, തോർ നിന്നെ പോലെ അല്ല. അവനൊരു നല്ല ദൈവമാണ്. പക്ഷെ ഞാനും ഒരു പാവ. ഞാനും ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സമാധാനം കൊണ്ടുവരാനോ? പാവം ദൈവങ്ങളെ പോലും നീ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുവാണ്, ഒരു ദയവില്ലാതെ. എന്നിട്ട് നീ സ്വയം സമാധാനം ഉണ്ടാക്കും എന്ന് പറയുന്നു. വാൾക്കയറി, നിന്റെ കഥ ഒരുപാട് എക്സൈറ്റിംഗ് ആണ്. എത്രയെത്ര യുദ്ധങ്ങൾ. നിനക്കെന്നും യുദ്ധം ചെയ്യാനാണ് ഇഷ്ടമല്ലേ? പക്ഷെ ദൈവങ്ങൾ നിന്നെയും കൈവിട്ടു. നിന്റെ കാമുകിയും നിന്റെ സഹോദരിമാരും നിന്റെ കൂടെയുള്ളവരും ആ സ്ത്രീജനങ്ങളെല്ലാം ഒരേ ഒരടിക്ക് ഹെലയുടെ കൈകളാൽ ചോര ചിന്തി വീണ് മരിക്കുമ്പോ നീയും ദൈവങ്ങളെ വിളിച്ചിരുന്നു സഹായത്തിന് വേണ്ടി. നീയും ദൈവങ്ങളോട് അപേക്ഷിച്ചു. എന്നിട്ട് എന്തുണ്ടായി? രക്ഷപ്പെട്ടോ നിന്റെ സഹോദരിമാർ? ദൈവങ്ങൾ നിന്നെ സഹായിച്ചില്ല. എവിടെയായിരുന്നു നിന്റെ ദൈവങ്ങൾ? ഇനി നീ സംസാരിക്കേണ്ട. ഇനി ഞാൻ പറയാം. നീ ദൈവങ്ങളോട് കേണപേക്ഷിച്ചു നിന്റെ കൂട്ടത്തിലെ കുറച്ചു പേരെങ്കിലും രക്ഷിക്കാൻ. നീ സ്നേഹിച്ച സ്ത്രീകൾ ആകാശത്ത് നിന്നും താഴേക്ക് മരിച്ചു വീഴുമ്പോ അത് നോക്കി നിൽക്കാനല്ലാതെ നിനക്ക് മറ്റൊന്നിനും സാധിച്ചില്ല. ദൈവങ്ങൾ നിന്നെ കൈവിട്ടു. ദൈവങ്ങൾ അവർക്ക് അവരുടെ കാര്യം മാത്രം മതി. നിനക്കിന്ന് കുടുംബമില്ല, കൂട്ടുകാരില്ല, പ്രണയിനിയില്ല. എന്തുകൊണ്ട് ദൈവം നിന്റെ കൂടെ നിന്നില്ല? ഇത്രയും മതി, കരയേ. ഗോർ ഇത്രയും പറഞ്ഞപ്പോഴേക്കും വാൾക്കേറി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അവൾക്ക് എന്നും ട്രോമ കൊടുത്തിരുന്ന പഴയ ഓർമ്മകളാണ് ഗോർ വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ഗോർ ജെയിനിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നിന്റെ കഥ കുറച്ചുകൂടി രസകരമാണ്. നീ ഇവരെ പോലെയല്ല. നീ ഒരു സാധാരണ ആളായിരുന്നു, എന്നെ പോലെ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു മാറാരോഗം കാരണം നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് രക്ഷയില്ല. എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരേപോലെയാ. എന്റെ വാൾ എന്നെ ശക്തിപ്പെടുത്തിയതുപോലെ നിന്റെ ആയുധം നിന്നെയും ശക്തിപ്പെടുത്തുന്നു. ആ ചുറ്റിക നിന്നെ മരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. പക്ഷെ സത്യാവസ്ഥ എന്താണെന്നറിയുമോ? അത് നിന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിധി മാറ്റാൻ ആ ചുറ്റികയെ കൊണ്ടാവില്ല. മരണം നിന്റെ കൂടെ തന്നെയുണ്ട്. ദൈവങ്ങൾ നിന്നെയും എന്നെയും ഉപയോഗിക്കും. എന്നിട്ട് അവർ വലിച്ചെറിയും. അവരുടെ കാര്യം നടക്കുന്നതുവരെ അതുവരെ മാത്രമേ അവർക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അവർ നിങ്ങളെ സഹായിക്കില്ല. ദൈവങ്ങൾ ശ്രേഷ്ഠരാണ്. നമ്മൾ അവർക്ക് വെറും പുഴുക്കളെ പോലെയാണ്. നമ്മൾക്ക് വേണ്ടി അവരൊരു സ്വർഗവും കാത്തുവെച്ചിട്ടില്ല. ഒന്നും നമ്മൾക്ക് വേണ്ടി ദൈവങ്ങൾ തരില്ല. ദൈവങ്ങൾ നശിക്കണം. ഇങ്ങനെയൊക്കെ ഗോർ സംസാരിക്കുമ്പോ ഇവർക്ക് 3 പേർക്കും അനങ്ങാനോ മിണ്ടാനോ പറ്റാത്തതുപോലെ ഇവരെ അടച്ചു പൂട്ടി വെച്ചിരിക്കുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഗോറിന് വാൾക്കേറിയുടെയും ജെയിനിന്റെയും ഒക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നെക്രോസ്വോർഡ് ഗോറിന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞാണ് അവനെ വിളിച്ചു വരുത്തിയത്. സോ നെക്രോസ്വോർഡിന് അങ്ങനെ ആളുകളുടെ മനസ്സും അവരുടെ മനസ്സിലെ കാര്യങ്ങളും അറിയാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ ഗോറിന്റെ ഒരു ഭാഗമാണ് നെക്രോസ്വോർഡ്. നെക്രോസ്വോർഡിന്റെ ശക്തി ഗോറിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയത് കണ്ടല്ലോ. എന്നാൽ അതുകൊണ്ട് മാത്രം മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സ് വായിക്കാൻ ഗോറിന് പറ്റുമെന്ന് പറയുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇത് ഷാഡോ റെൽം കൂടിയാണ്. ഗോറിന്റെ കോട്ടയാണിത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗോറിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഗോർ തോറിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എനിക്ക് നിന്റെ വേദന മനസ്സിലാവുന്നുണ്ട് തോർ. പക്ഷേ നിന്റെ പ്രണയിനി അധികം നാൾ ഉണ്ടാവില്ല. അവൾ മരിക്കും. അവൾ നിന്നെ പോലെ ദൈവമല്ലല്ലോ. ദൈവമല്ലാത്തവരെല്ലാം മരിക്കും. ദൈവങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല. നിന്റെ സ്നേഹം എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് തോർ. പക്ഷെ സ്നേഹം വേദനയെ തരൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. എന്റെ സ്നേഹം മുഴുവൻ ഞാൻ കൊടുത്തത് എന്റെ ഒരേ ഒരു മകൾക്കാണ്. എന്റെ മോള്. അവളും ഞാനും ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അവൾ വിശന്ന് മരിച്ചു എന്റെ കൈ കിടന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവങ്ങളെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന്. പക്ഷെ എന്റെ മകൾ ഭാഗ്യശാലിയാണ്. ഈ ദുരന്തം നിറഞ്ഞ ലോകത്ത് അവൾക്ക് ജീവിക്കേണ്ടി വന്നില്ലല്ലോ. അവൾ നേരത്തെ പോയി. ദൈവം ദുഷ്ടന്മാരെ വളർത്തുമെന്നും പാവങ്ങളെ പരീക്ഷിക്കുമെന്നും കേട്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? ദുഷ്ടന്മാർക്ക് നേരിട്ട് ശിക്ഷ കൊടുത്താൽ പോരെ? പാവങ്ങളെ എന്തിനു വീണ്ടും കഷ്ടപ്പെടുത്തണം? അങ്ങനെയുള്ളൊരു ദൈവം ദൈവമാണോ? അല്ല, അങ്ങനെയുള്ള ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ദൈവങ്ങൾ ദുഷ്ടന്മാരാണ്. സ്നേഹം തിരഞ്ഞെടുക്കൂ തോർ. ദൈവങ്ങൾ സ്നേഹത്തെ പറ്റി പഠിക്കാനുണ്ട്. നിന്റെ കോടാലിയെ തിരിച്ചു വിളി.
വിളിക്ക്, അതെനിക്ക് വേണം, എനിക്കതിപ്പോൾ തന്നെ വേണം തോർ. ഇല്ലെങ്കിൽ നിന്റെ പ്രണയിനി കാലത്തിന് മുന്നേ നിന്റെ മുന്നിൽ പിടഞ്ഞു മരിക്കും, അത് നീ കാണേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞ് ഗോർ ജെയിനിന്റെ കഴുത്തിൽ പിടിമുറുക്കുവാണ്. ജെയിനിന് അനങ്ങാൻ പറ്റുന്നില്ല. അവൾക്ക് ശ്വാസം കിട്ടാതെ ജെയിൻ ഇപ്പം മരിക്കുമെന്ന അവസ്ഥയിലെത്തി. തോറിന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തോറിന്റെ ആയുധത്തിൽ തൊട്ടാൽ തോർ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ തോറിന്റെ പെണ്ണിനെ തൊട്ടാൽ അത് തൊടുന്നവന്റെ അവസാനമായിരിക്കും. നാട്യം കൊണ്ടുമായ ജാലം കാട്ടും വിശ്വസാമ്രാട്ട്. നൂടങ്ങട്ടെ ചെന്ന നാട്ടിൽ പള്ളി വേട്ടയാറാട്ട്. മുഴങ്ങുമെൻ പ്രഭാവം ഇരട്ടി പഞ്ച് മറിയും ചുടലെടുത്തു വെക്കും ചൊട്ട എന്നെ വെല്ലാൻ കൊന്നൊരുത്തനാരുമില്ല കേട്ട. തോറിന്റെ കയ്യിലും കണ്ണിലും ഇടിമിന്നൽ ഇരച്ചു കയറി. പിന്നെ അവിടെ നടന്നത് ഒരു അടിപൊളി ഫൈറ്റ് ആണ്. ഷാഡോ റെൽമിൽ ഗോറും ഷാഡോ മോൺസ്റ്റേഴ്സും ഒരുപാട് ശക്തരാണ്. പക്ഷെ ഇവർ 3 പേരുണ്ട്. കയ്യിൽ തണ്ടർബോട്ടുള്ള വാൾക്കയറി, മ്യോൾനിയർ ഉള്ള മൈറ്റി തോർ, അതായത് ജെയിൻ ഫോസ്റ്റർ, പിന്നെ സ്റ്റോം ബ്രേക്കർ പിടിച്ച് നമ്മുടെ തോർ ഓഡിൻസൺ. 3 പേരും കട്ടയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്തു. ഷാഡോ മോൺസ്റ്റേഴ്സിനെയൊക്കെ അവര് വലിച്ചു കീറി. ഫൈറ്റ് ചെയ്യുമ്പോഴും ഗോറിനെ ജീവനോടെ കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം കുട്ടികളെ എവിടെ ഒളിപ്പിച്ചെന്ന് മനസ്സിലാവണമെങ്കിൽ ഗോറിനെ ജീവനോടെ തന്നെ കിട്ടണം. തോറിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോം ബ്രേക്കർ വേണമെന്ന് പറഞ്ഞ് ഗോർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്ന പോലെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് തോർ ഇങ്ങനെ മാസായിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് 2 പേരും കൂടി ഒടുക്കത്തെ ഫൈറ്റ്. സ്റ്റോം ബ്രേക്കറും നെക്രോസോഡും കൂട്ടിമുട്ടുമ്പോൾ വലിയൊരു എനർജി വേവ് ആണ് അവിടെ ഉണ്ടാവുന്നത്. രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള ശക്തികളാണ്. ഒന്ന് വെളിച്ചത്തിന്റെ ശക്തി, ഒന്ന് ഇരുട്ടിന്റെ ശക്തി. പക്ഷെ ഗോർ വിചാരിച്ച പോലെയല്ല. തോറിനെ നന്നായിട്ട് തന്നെ ഗോർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജെയിൻ ആണെങ്കിൽ അവളുടെ മ്യോൾനിയർ വെച്ചിട്ടുള്ള പുതിയ സ്കിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. മ്യോൾനിയറിനെ പല കഷ്ണങ്ങളായി പല ഭാഗത്തേക്ക് വിട്ട് അത് വെച്ചൊക്കെയാണ് ഷാഡോ മോൺസ്റ്റേഴ്സിനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. വാൾക്കേറിയാണെങ്കിൽ തണ്ടർബോൾട്ട് കൈപിടിച്ച് ഒടുക്കത്തെ അറ്റാക്കിങ്. ഇതിനിടയ്ക്ക് കോർഗിന്റെ തല ഏതോ ഷാഡോ മോൺസ്റ്റർ എടുത്ത് തിന്നാൻ വേണ്ടി വരുന്നുണ്ട്. അത് എടുത്തോണ്ട് ഓടി രക്ഷിക്കുന്നത് ഇവര് കൂടെ കൊണ്ടുവന്ന ആടാണ്. 3 പേര് കൂടി ഗോറിനെ അറ്റാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വാൾക്കേറി ഗോറിനെ തണ്ടർബോൾട്ട് വെച്ച് കുത്തുന്നുണ്ട്. ഗോറിന്റെ വായിൽ നിന്നൊക്കെ രക്തം വരുന്നു. പക്ഷെ അവനൊന്നും പറ്റുന്നില്ല. സോ ഗോറിന്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ ഹീലാവുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് പണിപാളി. തോറും ജെയിനും വേറെ സ്ഥലത്തേക്ക് പോയപ്പോ വാൾക്കേറിയും ഗോറും മാത്രം ഫൈറ്റ് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഗോർ തണ്ടർബോൾട്ട് എടുത്ത് വാൾക്കേറിയെ കുത്തി. അവൾ നേരെ താഴെ വീണുപോയി. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന തോറിനെ ഷാഡോ മോൺസ്റ്റേഴ്സ് പിടിച്ചു നിർത്തുവാണ്. ഇപ്പൊ ജെയിനും ആകെ വയ്യാതെ ആവുന്നുണ്ട്. അവൾക്ക് ഓൾറെഡി ക്യാൻസർ ആണല്ലോ. ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. തോർ ഷാഡോ മോൺസ്റ്റേഴ്സിനെ പൊട്ടിച്ചെറിഞ്ഞ് ഗോറിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ജെയിൻ താഴെ വീണ് കിടക്കുന്ന വാൾക്കേറിയെ കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് ദേഷ്യം വരുന്ന തോർ സ്റ്റോം ബ്രേക്കറിനെ ഫുൾ പവറിൽ ഗോറിന്റെ മേലേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന ഭീകരമായിട്ടുള്ള ഇടിമിന്നൽ ഗോർ നെക്രോസോഡ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നാലും ഒരു പരിധി കഴിഞ്ഞപ്പോ ഗോറിനെ കൊണ്ട് അത് സാധിക്കാതെയായി. നെക്രോസ്ഫോർഡിന് സ്റ്റോം ബ്രേക്കറിന്റെ ഈ പവറിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് അതിൽ നിന്ന് വരുന്ന ഈ ഇടിമിന്നലിനെ. അതുകൊണ്ട് ഗോർ പെട്ടെന്ന് നിഴലിലേക്ക് മാഞ്ഞ അപ്രതീക്ഷനായി. എന്തായാലും പിള്ളേർ ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി. ഇനി ഷാഡോ റെൽമിൽ നിന്ന ഗോർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരും. വാൾക്കേറിക്കാണെങ്കിൽ പരിക്കും പറ്റി. ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. തോർ പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് വിളിച്ച് സ്റ്റോം ബ്രേക്കർ കൊണ്ട് ബൈഫ്രോസ്റ്റ് തുറക്കുവാണ്. എല്ലാവരും ബൈഫ്രോസ്റ്റിക്കോടെ ന്യൂ ഓസ്ഗാർഡിലേക്ക് പോകുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഗോർ അവന്റെ പ്ലാൻ പുറത്തിറക്കുന്നത്. അവിടെ താഴെയുള്ള നിഴലിക്കോടെ ഗോർ നേരെ പൊന്തി വന്ന് തോറിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോം ബ്രേക്കറിൽ പിടുത്തവിടുവാണ്. ഗോർ അവന്റെ എല്ലാ ശക്തിയും എടുത്ത് സ്റ്റോം ബ്രേക്കറിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ബൈഫ്രോസ്റ്റ് തുറന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും അതിന്റെ ഉള്ളിക്കൂടെ വലിച്ചെടുത്തോണ്ടിരിക്കുവാണല്ലോ. തോറിനെയും അതുപോലെ തന്നെ വലിച്ചെടുത്തോണ്ടിരിക്കുവാണ്. ഇത് ഷാഡോ റെൽം ആയതുകൊണ്ട് താഴേക്ക് കൂടുതൽ ശക്തിയിൽ വലിച്ചു നിൽക്കാൻ ഗോറിന് സാധിക്കുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ടല്ല പിടിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. താഴെ നിന്ന് വേറെ ഷാഡോ മോൺസ്റ്റേഴ്സിനെയും എടുത്താണ് ഗോർ സ്റ്റോം ബ്രേക്കറെ പിടുത്തുവിട്ടിരിക്കുന്നത്. അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ തോറിന്റെ കൈ സ്റ്റോം ബ്രേക്കറിൽ നിന്ന് വിട്ടുപോവാണ്. അങ്ങനെ ഗോറിന് അവൻ അന്വേഷിച്ച് നടന്ന സ്റ്റോം ബ്രേക്കർ കിട്ടുവാണ്. ഈ സ്റ്റോം ബ്രേക്കർ കൊണ്ട് ബൈഫ്രോസ്റ്റ് തുറക്കുകയാണെങ്കിൽ അതൊരു താക്കോൽ പോലെ യൂസ് ചെയ്ത് ഗോറിന് ഇറ്റേണിറ്റിയുടെ അടുത്തെത്താം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ
ദൈവങ്ങളില്ല. ആദ്യം എത്തുന്ന ആൾ ചോദിക്കുന്ന എന്ത് വരവും എറ്റേണിറ്റി കൊടുക്കും. ഒരു കയ്യിൽ നെക്രോസോഡും മറ്റേ കയ്യിൽ സ്റ്റോം ബ്രേക്കറും പിടിച്ച് ഗോർ അവന്റെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ന്യൂസ് ഗാർഡിലേക്ക് ബൈഫ്രോസ്റ്റിക്കോടെ എല്ലാവരും വന്ന് വീഴുവാണ്. അതൊരു സേഫ് ലാൻഡിംഗ് ഒന്നും ആയിരുന്നില്ല. ബൈഫ്രോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റോം ബ്രേക്കർ കയ്യിലുണ്ടെങ്കിലാണ് തോറിനത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വീഴാതെ വന്ന് ഇറങ്ങാൻ പറ്റൂ. പക്ഷെ ഇപ്പൊ സ്റ്റോം ബ്രേക്കർ ഇല്ലല്ലോ. പണ്ട് വക്കാൻഡയിലേക്ക് തോറും ഗ്രൂട്ടും റോക്കറ്റും ഒക്കെ കൂടി മരണമാസമായിട്ട് വന്ന് ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ മുറിവേറ്റ വാൾക്കയറിക്ക് എണിക്കാൻ പറ്റുന്നില്ല. തോറിന് കുഴപ്പമൊന്നുമില്ല. അവൻ ജെയിനെ നോക്കുന്നുണ്ട്. ഇപ്പൊ ജെയിൻ അവളുടെ സാധാരണ രൂപത്തിലേക്ക് വന്നു, അതായത് മനുഷ്യ രൂപത്തിലേക്ക്. കാരണം താഴെ വീണപ്പോ മ്യോൾനിയർ അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ജെയിന് വീണ്ടും മ്യോൾനിയർ എടുത്ത് ലേഡി തോർ ആവണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവൾ പതുക്കെ അതിന്റെ അടുത്തേക്ക് എഴിഞ്ഞു നീങ്ങാൻ തുടങ്ങി. പക്ഷെ ക്യാൻസർ ജെയിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒട്ടും തന്നെ ആരോഗ്യമില്ലാതെയായി. ഉള്ള ആരോഗ്യമൊക്കെ മ്യോൾനിയർ ഉപയോഗിക്കാൻ വേണ്ടി ചെലവാകും. അതാണ് പ്രശ്നം. മ്യോൾനിയറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ജെയിൻ താഴെ കുഴഞ്ഞു വീഴുവാണ്. അടുത്ത സീനി കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ ജെയിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തോറിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. മോഡേൺ സയൻസിലെ എല്ലാ ചികിത്സകളും നോക്കി, പക്ഷെ എന്ത് ചെയ്തിട്ടും ജെയിന്റെ ആരോഗ്യം തിരിച്ചു വരുന്നില്ല. ക്യാൻസർ കുറയുന്നുമില്ല. ഡോക്ടർ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. എന്തോ ഒന്ന് ക്യാൻസറിനെ എതിർത്ത് നിൽക്കാനുള്ള അവളുടെ ശരീരത്തിന്റെ കഴിവിനെ കുറച്ച് കളയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യോൾനിയറിന്റെ എഫക്ട് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജെയിന്റെ ലൈഫ് ഫോഴ്സ് പോകുന്നത് മ്യോൾനിയർ ഉപയോഗിക്കാൻ വേണ്ടിയാ. എനർജി മുഴുവൻ തോറാവുമ്പോ അതിലേക്ക് വേണ്ടി ചെലവാകും. പിന്നെ എങ്ങനെയാണ് ശരീരത്തിന് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുക? അതുപോലെ ശരീരത്തിലുള്ള മരുന്നുകളെയും മ്യോൾനിയർ പുറത്തുനിന്നുള്ള വസ്തുവാണെന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞേക്കാം. ഇതൊക്കെയാണ് ജെയിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കാൻ കാരണം. എന്നാൽ മ്യോൾനിയർ എടുത്തില്ലായിരുന്നെങ്കിൽ ജെയിൻ രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ അതിനും സാധ്യത കുറവാണ്. അവൾക്ക് ഓൾറെഡി സ്റ്റേജ് 4 ക്യാൻസർ ആണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തോറിന് ഭയങ്കര വിഷമമായി. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ താനും ഇതിന് കാരണക്കാരനാവുന്നുണ്ടോ എന്ന് തോറിന് തോന്നാൻ തുടങ്ങി. തോർ അവിടെ ഇരിക്കുന്ന വെൻഡിങ് മെഷീനിൽ ഒരൊറ്റ ഇടിയിടിക്കുകയാണ്. എന്നിട്ട് ജെയിനെ കുടിക്കാൻ വേണ്ടി എന്തൊക്കെയോ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. ആ മെഷീനിൽ പൈസ ഇട്ടാലേ അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റൂ. ഇത് തോറിന് അറിയില്ലല്ലോ. ഹായ് ജെയിൻ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ഹോസ്പിറ്റലുള്ളവർക്ക് ബുദ്ധിയില്ലാന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വാതിൽ പോലും ഇല്ല. അതുകൊണ്ട് എനിക്കത് അടിച്ചു പൊളിക്കേണ്ടി വന്നു. ഇത് കുടിക്ക്. വാൾക്കയർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് നന്നായിട്ട് തന്നെ മുറിവ് പറ്റി. പക്ഷെ കുഴപ്പമില്ല, അവൾ റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും. ഈ സമയത്ത് ജെയിൻ അവളുടെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്ത് ഡ്രിപ്പ് ഇട്ടിരിക്കുന്ന എടുത്ത് മാറ്റാൻ നോക്കുവാണ്. അവൾക്ക് വീണ്ടും തോറായി മാറി ഗോറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്നാണ്. ഹേയ് ജെയിൻ, അതൊക്കെ അവിടെ വെക്ക്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ അസുഖം അങ്ങനെ മാറും. ഡോക്ടർമാർ പറയുന്ന പോലെ കേക്ക്. ഇനി നീ വിശ്രമിക്ക് ജെയിൻ. നീ ഇനി ഫൈറ്റ് ചെയ്യണ്ട എന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉടനെ പോയി ഗോറിനെ തോൽപ്പിച്ച് പിള്ളേരെയും കൊണ്ട് തിരിച്ചു വരും. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം പണ്ടത്തെ പോലെ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാതെ പോവാണല്ലേ? എല്ലാം ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ മറന്നുപോയോ? യെസ് ജെയിൻ, നമ്മുടെ പ്ലാൻ അതായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ തിരിച്ചു വേണം ജെയിൻ. നീ ഇപ്പൊ വീണ്ടും ആ ചുറ്റികയെടുത്ത് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന നിന്നെ പിന്നെ എനിക്ക് ജീവനോട് കിട്ടിയെന്ന് വരില്ല. കാരണം ആ ചുറ്റിക നിന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നെ ജീവനോട് വേണം. നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലെന്നിട്ടല്ല. പക്ഷെ ഇപ്പൊ നീ അതിനെ പറ്റിയ അവസ്ഥയിലല്ല. ഇനി നീ മ്യോൾനിയർ എടുക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ വളരെ മോശമായിട്ട് അവസാനിക്കും. ഇന്നത്തെ നിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? ഇനിയും അതുപോലെ ഉണ്ടായ നീ ഓരോ വട്ടം മ്യോൾനിയർ എടുക്കുമ്പോഴും നിന്റെ ജീവശക്തിയാണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിന്റെ ശരീരത്തിന് ക്യാൻസറിനെതിരെ പോരാടാൻ പറ്റില്ല. തോറപ്പ് നീയല്ലേ പറഞ്ഞ നാളെ പറ്റി ആലോചിക്കരുതെന്നൊക്കെ. ഇപ്പൊ എന്ത് പറ്റി ജെയിൻ? നീ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? ഞാൻ ഭാവിയെ പറ്റി ചിന്തിക്കാതെ ആയത് നീ എന്റെ കൂടെ ഇല്ലാതായപ്പോഴാ. ഇപ്പൊ നീ തിരിച്ചു വന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഭാവിയെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ എന്തായാലും നീ തിരിച്ചു വരണം. ഈ ഫൈറ്റ് അതിനൊരു തടസ്സമാവരുത്. തോർ, നിനക്ക് എന്റെ അസുഖത്തിന്റെ അവസ്ഥയെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് രക്ഷപ്പെടാനാവില്ല. പിന്നെ എന്തിനു ഞാൻ വിശ്രമിക്കണം? ഒരു യഥാർത്ഥ തോറിനെ പോലെ പോരാടി മരിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ അവസാന നിമിഷങ്ങൾ എനിക്ക് ബെഡിൽ കിടന്ന് തീർക്കണ്ട ജെയിൻ. ഞാനിങ്ങനെയൊക്കെ പറയാനുള്ള കാരണം നിന്നോട് എനിക്ക് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഐ ലവ് യു ജെയിൻ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. എനിക്ക് വേറെ ആരുമില്ല ജെയിൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാനുള്ള ഒരു അവസരമാണിത്. ഇത് വിട്ടുകളയരുത് ജെയിൻ. ആ ചുറ്റിക നീ വീണ്ടും എടുക്കുകയാണെങ്കിൽ ഒന്നിക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടേക്കും. നീ അങ്ങനെ ചെയ്യരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച അതോർത്ത് ഞാൻ ഓരോ ദിവസവും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നീ വരണ്ട ജെയിൻ. ഞാൻ പറയുന്ന കേക്ക്. ഓക്കെ തോർ. പക്ഷെ നീ അന്നത്തെ പോലെ ഇനി എന്റെ അടുത്തേക്ക് തിരിച്ചു വരാതെ മറ്റിരുന്നോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഒരിക്കലുമില്ല. ഞാൻ തീർച്ചയായിട്ടും നിന്നെ കാണാൻ തിരിച്ചു വരും. നിന്റെ അസുഖങ്ങൾ മാറും ജെയിൻ. നമ്മൾ വീണ്ടും ഒന്നിക്കും. അങ്ങനെ പറഞ്ഞ് ജെയിനും തോറും കൂടി കിസ് ചെയ്യുവാണ്. ജെയിന്റെ മുഖമൊക്കെ ക്യാൻസർ കാരണം ആകെ മോശാവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് തോർ ഗോറിനെ തടയാൻ വേണ്ടി പോവാണ്. ഗോർപ്പ് എവിടെയായിരിക്കും? എറ്റേണിറ്റിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും. എറ്റേണിറ്റി എവിടെയാ? പ്രപഞ്ചത്തിന്റെ നടുക്ക്, ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്. എന്നാലും പോകുന്നതിന് മുന്നേ തോർ വാൾക്കേറിയെ പോയി കാണുന്നുണ്ട്. നിന്റെ മുറിവൊക്കെ മാറിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. അവന്റെ കുത്തുകൊണ്ട് ഒരു കിഡ്നി അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഓ മൈ ഗോഡ്. അപ്പൊ നിനക്ക് വരാൻ പറ്റില്ലല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട് തോർ. നിങ്ങളുടെ കൂടെ വന്ന ഗോറിന്റെ തല ഇടിച്ചു പൊളിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്കിപ്പോ ശരിക്കും വയ്യ. മുറിവ് ഭേദമാകാൻ സമയമെടുക്കും. ഇപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്യാൻ വന്നാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ആ ഗോറിന്റെ കയ്യിലിരിക്കുന്ന വാളുണ്ടല്ലോ, നെക്രോസോഡ്, അത് കാണുമ്പോ തന്നെ നശിപ്പിച്ചേക്ക്. അതൊരു ശപിക്കപ്പെട്ട വസ്തുവാണ്. ഗോറിന് എല്ലാ ശക്തിയും കിട്ടുന്നത് ആ വാളിൽ നിന്നാ. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഗോർ ഒരു സാധാരണ മനുഷ്യനായി മാറും. പിന്നെ നമ്മളായിട്ട് അവനെ തോൽപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നെക്രോസോഡ് കാരണം അവന്റെ ലൈഫ് ഫോഴ്സ് മുഴുവൻ പോയിട്ടുണ്ടാവും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. അവിടെ പോയി മരിച്ചേക്കരുത്. നീ തിരിച്ചു വരണം. നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇല്ല വാൾക്കേറി, ഞാൻ മരിക്കില്ല. എന്തായാലും തിരിച്ചു വരും. ഒറ്റയ്ക്കല്ല, അസ്ഗാർഡിലെ പിള്ളേരെയും കൊണ്ട്. എന്തായാലും ഇങ്ങനെ പറഞ്ഞ് തോർ പ്രപഞ്ചത്തിന്റെ സെന്ററിലേക്ക് പോവാണ്. ഇങ്ങനെ പോവാൻ വേണ്ടി തോർ ഉപയോഗിക്കുന്നത് തണ്ടർ ബോൾട്ട് ആണ്. അപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് ടെലിപ്പോർട്ടായി എത്താൻ പറ്റിയ പുതിയൊരു വഴിയും കൂടിയാണ് ഈ പറയുന്ന തണ്ടർ ബോൾട്ട്.
ഇത് കൈപിടിച്ച് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇതുപോലെ തന്നെയാണ് വാൾക്കേറിയുടെ കുതിര. അതിനും പോർട്ടൽ തുറന്ന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ബൈഫ്രോസ്റ്റും അങ്ങനെ തന്നെ. സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. അതുപോലെ ഗോറും സ്റ്റോം ബ്രേക്കർ വെച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് പ്രപഞ്ചത്തിന്റെ നടുക്കിലേക്ക് എത്തി. ഇവിടെയാണ് എറ്റേണിറ്റി ഉള്ളത്. സെന്റർ ഓഫ് ദി യൂണിവേഴ്സ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരോ പ്രതിമകളുടെ രൂപങ്ങൾ തന്നെ ഫോം ആവാൻ തുടങ്ങി. ആളുകൾ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഇവിടെയുള്ള കല്ലുകൾ കൊണ്ട് ഇങ്ങനെ പ്രതിമകൾ ഫോം ആവുന്നത്. അവിടെ എറ്റേണിറ്റിയുടെ പ്രതിമ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രതിമയുടെ ചിത്രമാണ് ഗോർ ആദ്യമായിട്ട് നെക്രോസോഡ് കയ്യിലെടുത്തപ്പോ ആ വാൾ അവന് കാണിച്ചു കൊടുത്തത്. ഗോറിനെ ഇവിടേക്ക് എത്തിക്കാനും ഗോർ വഴി എറ്റേണിറ്റിയോട് വരം ചോദിച്ച് ദൈവങ്ങളെല്ലാം ഒറ്റയടിക്ക് നശിപ്പിക്കാനുമാണ് നെക്രോസോഡിന്റെ പ്ലാൻ. എന്തായാലും ഗോറിന് സന്തോഷമായി. കാലങ്ങളായിട്ട് അവൻ തേടി നടക്കുന്നത് ഈ കാണുന്ന എറ്റേണിറ്റിയാണ്. പക്ഷെ എറ്റേണിറ്റിയുടെ ഗേറ്റ് മാത്രമാണിത്. ബൈഫ്രോസ്റ്റ് എന്ന് പറയുന്ന താക്കോൽ വെച്ചത് തുറന്നാലാണ് അങ്ങോട്ട് കടന്ന് വരം ചോദിക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഫോണിൽ ഇപ്പൊ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്യാറുണ്ടല്ലോ. ഒരു പാസ്വേഡ് പിന്നെ ഫിംഗർ പ്രിന്റ് അതുപോലെയുള്ള എന്തോ ഡബിൾ സെക്യൂരിറ്റി സിസ്റ്റം ആണിത്. ഗോർ സ്റ്റോം ബ്രേക്കർ താഴെ കുത്തിവെച്ച് അവിടെയുള്ള നേളിൽ നിന്ന് ഷാഡോ മോൺസ്റ്റേഴ്സിനെ പുറത്തേക്ക് വരുത്തുന്നു. എന്നിട്ട് ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കൈ വെച്ച് സ്റ്റോം ബ്രേക്കറിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുവാണ്. എന്നിട്ട് ഗോർ സ്റ്റോം ബ്രേക്കർ വെച്ച് ബൈഫ്രോസ്റ്റ് തുറക്കുന്നു. ആ ബൈഫ്രോസ്റ്റ് നേരെ ചെന്ന് കൊള്ളുന്നത് ഈ പറഞ്ഞ എറ്റേണിറ്റിയുടെ താക്കോലിലാണ്. ആ താക്കോൽ തുറക്കാനുള്ള ഒരു കീ ആയിട്ടാണ് ഈ ബൈഫ്രോസ്റ്റ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെന്റർ ഓഫ് യൂണിവേഴ്സിലുള്ള എറ്റേണിറ്റിയുടെ ഗേറ്റിൽ എറ്റേണിറ്റിയുടെ പ്രതിമ മാത്രമല്ല മറ്റ് പല പ്രതിമകളും നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ എറ്റേണിറ്റിയുടെ കൂടെയുള്ള എൻട്രോപ്പി, ഇൻഫിനിറ്റി, ഡെത്ത് ഇതിന്റെ പ്രതിമകളും കാണാം. ചില കഥകളിൽ പറയപ്പെടുന്നത് ഡെത്ത് പലപ്പോഴും ജീവനുള്ള രൂപം അല്ലെങ്കിൽ മനുഷ്യരൂപം എടുക്കാറുണ്ട്. ഒരിക്കൽ താനോസിന്റെ കാമുകിയായിരുന്നു ഈ പറയുന്ന ഡെത്ത്. അതുപോലെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വാച്ചർ എന്ന് പറയുന്ന ആളുടെ പ്രതിമയും ഇവിടെയുണ്ട്. പിന്നെ ഇയോൺ, ലിവിംഗ് ട്രിബ്യൂണൽ, വൺ എബവ് ഓൾ അങ്ങനെ പല കോസ്മിക് എൻറ്റിറ്റീസിന്റെയും പ്രതിമകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ ഈ യൂണിവേഴ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. യൂണിവേഴ്സ് ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായവർ എല്ലാവർക്കും മുകളിലിരുന്ന് ഇതിനെയൊക്കെ നോക്കി കാണുന്നവരും കൺട്രോൾ ചെയ്യുന്നവരും. ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിൽ ഇടപെടാതെ തന്നെ പ്രപഞ്ചം നിലനിന്ന് പോവാൻ കാരണമാവുന്നവർ. അതിനെപ്പറ്റി അധികം ആലോചിക്കണ്ട. ഇനി ഒരുപാട് കഥകളിൽ ഇവരൊക്കെ കാണേണ്ടി വന്നേക്കും. എന്തായാലും ഒരുപാട് നേരം ബൈഫ്രോസ്റ്റിക്കിന് എറ്റേണിറ്റിയുടെ ഗേറ്റിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ആകെ കുലുങ്ങാൻ തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ടൊക്കെ ഗ്രഹങ്ങൾ നശിപ്പിക്കാൻ വരെ ഒരു വലിയ ബൈഫ്രോസ്റ്റ് ബീമിന് പറ്റുമായിരുന്നു. അത്രയും ശക്തിയുള്ളതാണ് ബൈഫ്രോസ്റ്റ്. അവിടെ ആകെ കുലുങ്ങുന്നതുകൊണ്ട് ഒരു പ്രതിമയുടെ മുകൾ ഭാഗം ഇടിഞ്ഞ് നേരെ പിള്ളയുടെ മുകളിലേക്ക് വീഴുവാണ്. അവരൊക്കെ പേടിച്ചലറാൻ തുടങ്ങി. എന്തായാലും മരിക്കുമെന്നവർക്ക് ഉറപ്പായി. പക്ഷെ പെട്ടെന്ന് ആ പ്രതിമ സ്റ്റോപ്പ് ആവുകയാണ്. അത് താഴെ വീഴുന്നില്ല. അത് പിടിച്ചു നിർത്തിയത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി തോർ ഓഡിൻസൺ. തോർ തണ്ടർബോൾട്ട് ഉപയോഗിച്ച് കറക്റ്റ് സമയത്തിന് അവിടെ വന്നിരിക്കുന്നു. പിള്ളയുടെ മുഖത്ത് ഒരു പുതിയ പ്രതീക്ഷ വരുവാണ്. അവരുടെ രക്ഷകനാണ് വന്നിരിക്കുന്നത്, അവരുടെ ഹീറോ. തോർ, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓക്കെ JP, ഡയലോഗ് അടിക്കാൻ സമയമില്ല, പെട്ടെന്ന് മാറ്. ഇത് പിടിച്ചു നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്തായാലും പിള്ളേര് മാറിക്കഴിഞ്ഞ് തോർ ആ സംഭവം നിലത്തിടുവാണ്. ഇത് കണ്ടിട്ട് ഏതോ ഒരു സെലസ്റ്റിയലിന്റെ പ്രതിമയാണെന്നാണ് തോന്നുന്നത്. ഏതോ ഒരു സെലസ്റ്റിയൽ അല്ല, സെലസ്റ്റിയലുകളുടെ ലീഡറായിട്ട് കരുതപ്പെടുന്ന വൺ എബവ് ഓളിന്റെ പ്രതിമയാണിത്. വൺ എബവ് ഓൾ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാത്തിന്റെയും മുകളിലുള്ളവനെന്നാണ് അർത്ഥം. എന്തായാലും തോർ പിള്ളേരെയൊക്കെ തന്റെ അടുത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് വീണ്ടും പിള്ളേരോട് സുഖമാണെന്ന് ചോദിക്കുന്നു. ഈ തട്ടിക്കൊണ്ടുപോയി പൂട്ടി വെച്ചിരിക്കുന്ന പിള്ളേരോട് എല്ലാ വട്ടവും കാണുമ്പോൾ സുഖമാണെന്ന് എന്തിനാണ് തോർ ചോദിക്കുന്നത്? അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഹായ് കുട്ടികളെ, നിങ്ങളുടെ ടീം ലീഡർ എവിടെ? വേർ ഇസ് AJP? വൗ AJP, നിന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ സമയത്ത് ഗോർ അവന്റെ നെക്രോസോഡ് താഴെ കുത്തി കുറെ ഷാഡോ മോൺസ്റ്റേഴ്സിനെ പുറത്തിറക്കാൻ തുടങ്ങി. പിള്ളേരെയും തോറിനെയും കൊല്ലുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. ഇപ്പൊ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് തോർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് പിള്ളേരാണ്. അപ്പൊ എന്തായാലും എല്ലാ പിള്ളേരെയും രക്ഷിക്കാൻ തോറിന് ഒറ്റയ്ക്ക് ഒരുമിച്ച് പറ്റില്ലല്ലോ. അപ്പൊ തോറിന് ഒരു ഐഡിയ തോന്നി. ഓഡിൻ പണ്ട് മ്യോൾനിയറിൽ ഒരു എൻചാൻമെന്റ് നടത്തി, ഒരു മന്ത്രം. ആ മ്യോൾനിയർ എടുക്കുന്ന ആൾ അർഹനാണെങ്കിൽ അയാൾക്ക് തോറിന്റെ ശക്തി ലഭിക്കട്ടെ എന്ന്. ഓഡിന്റെ മകനായിട്ടുള്ള തോറും അറിയാതെയാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തു. എപ്പോഴും ജെയിനെ രക്ഷിക്കണമെന്ന് അവൻ മ്യോൾനിയറിനോട് പറഞ്ഞു. അതൊരു മന്ത്രം പോലെ മ്യോൾനിയർ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് തോറിന് വസ്തുക്കളുടെ മേൽ മന്ത്രം ഒരു ചെറിയ അളവിൽ കൊടുക്കാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ച് മാജിക് ചെയ്യുമെന്നല്ല പറയുന്നത്. അവന്റെ ശക്തി ആർക്കൊക്കെ കൊടുക്കണം, എത്ര നേരം കൊടുക്കണം, ഇതൊരു പക്ഷെ തോറിന് ചെയ്യാനാവുന്ന കാര്യങ്ങളിലൊന്നാണ്. ഇപ്പൊ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തോർ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് ആർക്കും യുദ്ധം ചെയ്ത് പരിചയമൊന്നുമില്ല. എന്നാലും തോർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട അസ്ഗാർഡിയൻ കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ധൈര്യശാലികളാണ്. ഇത്രയും നാൾ നിങ്ങൾ പിടിച്ചു നിന്നു. നിങ്ങൾക്ക് മുൻപ് യുദ്ധം ചെയ്ത് പരിചയമില്ലായിരിക്കാം, പക്ഷെ അതൊന്നും നിങ്ങളെ തടഞ്ഞു നിർത്തരുത്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ഓരോ ഷാഡോ മോൺസ്റ്റേഴ്സിനെയും കൊന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിയേ മതിയാവും. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾ വെറും കുട്ടികളല്ല, നിങ്ങൾ അസ്ഗാർഡിയൻ കുട്ടികളാണ്. ഈ സമയത്താണ് അസ്ഗാർഡിയൻസ് അല്ലാത്ത വേറെ ചില ജീവികളിൽപ്പെട്ട കുട്ടികൾ ഞങ്ങൾ അസ്ഗാർഡിയൻസ് അല്ല എന്ന് പറയാൻ തുടങ്ങുന്നത്. തോറിനങ്ങോട്ട് ദേഷ്യം വന്നു. ഒരു വഴിക്ക് അങ്ങോട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ തോക്കി കയറി വെടിവെക്കുന്നു. ഓക്കെ പിള്ളേരെ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പിള്ളേരായിക്കോ, പക്ഷെ നമ്മൾക്കിപ്പോ ഫൈറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അസ്ഗാർഡിയൻസിന്റെ വീര്യം കാണിക്കണം. ആയുധം എടുക്കൂ. പക്ഷെ പിള്ളേരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അതുകൊണ്ട് പിള്ളേർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുവാണ്. എന്റെ പൊന്നു പിള്ളേരെ, ആയുധം എന്ന് പറഞ്ഞാൽ കൈ കിട്ടുന്ന എന്ത് വേണമെങ്കിലും എടുത്തോ. ഇവിടെ കുറെ കല്ലും കൊട്ടയൊക്കെ വീണ് കിടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പോയി എടുത്തിട്ടോ. AJP എന്താ നോക്കി നിൽക്കുന്ന? നീയല്ല ഇവരുടെ ലീഡർ, പോയി എല്ലാം സെറ്റാക്ക്. അങ്ങനെ പിള്ളേർ കൈ കിട്ടിയത് എടുത്തോണ്ട് വരുവാണ്. ചില കുട്ടികൾ പാവയാണ് എടുക്കുന്നത്, ചില കുട്ടികൾ കല്ലൊക്കെ എടുക്കുന്നു.
ആവുന്നു. അങ്ങനെ എല്ലാവരും സെറ്റായി കഴിഞ്ഞപ്പോൾ തോർ ഒരു കാര്യം ചെയ്യുവാണ്. ഞാൻ ഇന്നേ വരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചരിത്രമായിരിക്കും. ഇന്നത്തെ ഈ ദിവസത്തിനെ പറ്റി എല്ലാവരും എന്നെന്നും പറയും. ഇന്ന് നമ്മൾ ഓരോരുത്തരും പോരാളികളാവാൻ പോവുകയാണ്. നിങ്ങളിൽ കയ്യിൽ ആയുധമുള്ള എല്ലാവർക്കും മനസ്സിൽ ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നേക്കും തോറിന്റെ ശക്തി, അല്ലെങ്കിൽ അത് വേണ്ട, ഈ ഫൈറ്റ് തീരുന്നത് വരെ കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്ക് തോറിന്റെ ശക്തികൾ ലഭിക്കും. ആ ശക്തികൾ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ച് തകർക്കൂ. ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു എന്റെ ഉള്ളിലുള്ള തോറിന്റെ ശക്തി. തോർ അങ്ങനെ പറഞ്ഞതും തോറിന്റെ പവർ ആ കുട്ടികളിലേക്ക് പടർന്ന് കയറാൻ തുടങ്ങി. കുട്ടികൾക്ക് തോറിന്റെ പവർ കിട്ടാൻ തുടങ്ങിയതോടെ അവർക്ക് പുതിയൊരു ആവേശം വരുവാണ്. പിന്നെ അവിടെ നടക്കുന്ന ഒരു മെഗാ ഫൈറ്റ് ആണ്. പിള്ളേര് മാസ് കാണിക്കുന്ന ഫൈറ്റ്. നിങ്ങൾക്കാദരാഞ്ജലി നേരട്ടെ. ഇപ്പൊ പലർക്കും തോന്നും, ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ തോർ എന്തുകൊണ്ട് മുന്നൊന്നും ഇങ്ങനെ ചെയ്തില്ല? തോറിന് വേണമെങ്കിൽ ഇതിനു മുന്നേ പല സന്ദർഭങ്ങളിലും വേറെ അവെഞ്ചേഴ്സിനോ വേറെ കൂടെയുള്ള ആളുകൾക്കോ അവന്റെ പവർ കൊടുക്കായിരുന്നല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോറിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. താൻ പറഞ്ഞ കാര്യം മ്യോൾനിയർ ഒരു മന്ത്രം പോലെ ഏറ്റെടുത്ത് അനുസരിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് തോറിന് സ്വയം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. അത് മാത്രമല്ല, തോർ തണ്ടർ ബോൾട്ട് കൂടി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, തോറിന്റെ ശരിക്കുള്ള പവർ നീല നിറത്തിലാണ് കാണാറുള്ളത്. ഇപ്പൊ കുട്ടികളിലേക്ക് പകരുന്നത് മഞ്ഞ നിറത്തിലുള്ള പവറാണ്. സോ തണ്ടർ ബോൾട്ടിന്റെ കൂടി സഹായത്തോടെയാണ് തോർ ഇത് ചെയ്യുന്നത്. തണ്ടർ ബോൾട്ടിന്റെ കളറാണ് മഞ്ഞ. സത്യത്തിൽ ഈ തണ്ടർ ബോൾട്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഒരു ന്യൂസ് കണ്ടിരുന്നു, തണ്ടർ ബോൾട്ട്സ് എന്ന് പേരുള്ള ഏതോ ഒരു ലോക്കൽ ഗ്യാങ് ഇവിടെ എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ മുന്നിലൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ട. ആ ടീമിലുള്ള ആൾക്കാർ ഇച്ചിരി പെശകാണ്. അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. ഓക്കെ, തോർ എന്തായാലും കുട്ടികളുടെ നേതൃത്വം AJPയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ആ പേരിന്റെ ഒരു പവർ കണ്ടോ? ചുമ്മാ ആണ് പിടിച്ച് ലീഡറാക്കുന്നത്. AJP എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ ആള് വേറെ ലെവലാന്ന് ആർക്കും മനസ്സിലാവും. കുട്ടികളുടെ ഫൈറ്റ് ഒരു വഴിക്ക് നടക്കുമ്പോൾ അവിടെ ഗോറും തോറും കൂടിയാണ് ഫൈറ്റ്. നെക്രോസോഡ് വേഴ്സസ് തണ്ടർ ബോൾട്ട്. പക്ഷെ ഗോറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തോർ അല്പം കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ തണ്ടർ ബോൾട്ട് ഉപയോഗിച്ച് തോറിന് അത്ര പരിചയമൊന്നുമില്ല. പിന്നെ ഗോറിനും നെക്രോസോഡിനും ഒടുക്കത്തെ ശക്തിയാണ്. തോർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊരു ഫീൽ അടുത്തിരിക്കുന്ന മ്യോൾനിയർ വഴി ജെയിനിന് കിട്ടുവാണ്. തോർ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ജെയിന് സഹിക്കാൻ പറ്റിയില്ല. അവൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും മരിക്കും. അപ്പൊ പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ, അതല്ലേ ഏറ്റവും നല്ലത്. അവൾ ഒരു വട്ടം കൂടി മ്യോൾനിയർ അവളുടെ കയ്യിലെടുക്കാൻ തീരുമാനിച്ചു.
ഇപ്പൊ ഗോർ തോറിനെ താഴെ ഇടിച്ചിട്ട് നെക്രോസോഡ് വെച്ച് കുത്താൻ പോവാണ്. പക്ഷെ ഭാഗ്യത്തിന് തോർ അത് തടയുന്നുണ്ട്. ആക്ച്വലി നെക്രോസോഡ് കൊണ്ട് കുത്തുകിട്ടിയ ദൈവങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദൈവങ്ങളെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതാണ് ഈ നെക്രോസോഡ്. തോറിന്റെ മേലിങ്ങനെ മിന്നലൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഗോർ ആണെങ്കിൽ തികഞ്ഞ ദേഷ്യത്തോടെയാണ് തോറിനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ കിടക്കുന്ന ഒരു ദൈവമാണ്, ഇവനെ കൊല്ലുന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഇതാണ് ഗോറിന്റെ ചിന്ത. അവരങ്ങനെ നിൽക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് ഒരു അടി കിട്ടി ഗോർ അങ്ങോട്ട് തെറിച്ചു പോകുന്നത്. അത് മ്യോൾനിയർ ആയിരുന്നു. യെസ്, വൺസ് അഗെയിൻ മൈറ്റി തോർ. ജെയിൻ വീണ്ടും മ്യോൾനിയർ എടുത്ത് ലേഡി തോറായി തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ജെയിൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? യൂണിവേഴ്സിന്റെ നടുക്കിലേക്ക്. നിങ്ങൾക്കറിയാം വാൾക്കേറിയുടെ കുതിരയ്ക്ക് പോർട്ടൽ തുറക്കാൻ പറ്റും. അങ്ങനെ വാൾക്കേറിയുടെ കുതിരയുടെ പുറത്തിരുന്ന് ഒരു പോർട്ടൽ തുറന്നാണ് ജെയിൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ സെന്റർ ഓഫ് ദി യൂണിവേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ജെയിൻ ഇങ്ങനെ വരുന്ന കണ്ട് ബാക്കി എല്ലാവർക്കും ആവേശം തോന്നിയെങ്കിലും തോറിന് പേടിയും വിഷമമാണ് തോന്നുന്നത്. കാരണം അവൻ അറിയാം ജെയിൻ വീണ്ടും മ്യോൾനിയർ എടുത്ത് ഉപയോഗിച്ചാൽ തോറിന്റെ ശക്തികൾ വീണ്ടും അവളിലേക്ക് വന്നാൽ അവളുടെ ബോഡിക്ക് അത് താങ്ങാൻ സാധിക്കില്ല. പക്ഷെ ജെയിന്റെ മുഖം കണ്ടപ്പോൾ തോറിന് മനസ്സിലായി അവൾ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് അവളുടെ ലാസ്റ്റ് ഫൈറ്റ് ആയിരിക്കും. ഈ ഫൈറ്റ് കൂടി ചെയ്തിട്ട് പോകാനാണ് ജെയിന്റെ തീരുമാനം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഗോറിനെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഗോർ വിട്ടുകൊടുക്കുന്നില്ല. ഈ സമയത്താണെങ്കിലോ അവിടെ ഇറ്റേണിറ്റിയുടെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോം ബ്രേക്കറിലെ ബൈഫ്രോസ്റ്റ് ആണ് അതിന്റെ കീ. ബൈഫ്രോസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും ഗേറ്റ് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജെയിൻ പെട്ടെന്ന് തോറിനോട് പോയി സ്റ്റോം ബ്രേക്കറിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുവാണ്. ഗോറിന്റെ കാര്യം ജെയിൻ നോക്കിക്കോളും. തോർ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. സ്റ്റോം ബ്രേക്കർ, നീ ഇതൊന്ന് നിർത്ത്. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്റെ പൊന്നു സ്റ്റോം ബ്രേക്കർ, നീ പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറരുത്. ഇപ്പൊ തന്നെ ഇത് നിർത്തണം. പക്ഷെ തോർ എത്ര വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും സ്റ്റോം ബ്രേക്കർ വരുന്നില്ല. കാരണം ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കൈകൾ വെച്ചിട്ടാണ് സ്റ്റോം ബ്രേക്കറിനെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സമയത്ത് തോർ തണ്ടർബോൾട്ട് ഉപയോഗിച്ചും സ്റ്റോം ബ്രേക്കറിനെ ഇളക്കി പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. തോർ തണ്ടർബോൾട്ട് വെച്ച് ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കയ്യിലൊക്കെ കുത്തി നോക്കുന്നുണ്ട്. എന്നിട്ടും ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ഈ സമയത്ത് ജെയിനും ഗോറും ആണെങ്കിൽ ഒടുക്കത്തെ ഫൈറ്റ്. ജെയിനിന് അറിയാം ഇനി ഗോറിനോട് ഫൈറ്റ് ചെയ്യാൻ തനിക്കൊരു അവസരമില്ലെന്ന്. അതുകൊണ്ട് ജെയിൻ എല്ലാ പവറും എടുത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിനിടയ്ക്ക് ഗോർ ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് രക്ഷപ്പെടാനാവില്ല. നീ തോറ്റുപോയി ലേഡി തോർ. നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ജെയിൻ ഗോറിനെ ദൂരേക്ക് അടിച്ചെറിപ്പിച്ചു. എന്നിട്ട് അവൾ പറയാൻ തുടങ്ങി, ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്റെ പേര് ലേഡി തോർ എന്നല്ല, എന്റെ പേര് മൈറ്റി തോർ എന്നാണ്. എനിക്കും ഒരു തോറാവാനുള്ള അർഹതയുണ്ട്. ഇനി നിനക്ക് എന്നെ മൈറ്റി തോർന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞുതരാം, ഡോക്ടർ ജെയിൻ ഫോസ്റ്റർ. ഇനി മൂന്നാമതായിട്ട് എന്റെ പഞ്ച് ഡയലോഗ്, ഈ ചുറ്റിക നിന്റെ മുഖത്തിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജെയിൻ പലവട്ടം ഗോറിനെ മ്യോൾനിയർ കൊണ്ട് എറിയുന്നുണ്ട്. ഗോർ അത് നെക്രോസോഡ് വെച്ച് തടയുന്നു. പക്ഷെ ജെയിന്റെ അവസാനത്തെ അറ്റാക്കിൽ ചില കുഴപ്പങ്ങൾ പറ്റുന്നുണ്ട്. ജെയിൻ മ്യോൾനിയറിന്റെ ഫുൾ ശക്തി എടുത്ത് നെക്രോസോഡിൽ അടിച്ചു നിൽക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഗോർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അതിന്റെ ഒപ്പം നെക്രോസോഡിൽ ചെറിയ വിള്ളലുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ മ്യോൾനിയറിന്റെ പവർ ചെറുതേ അല്ല, അത് വേറെ ലെവൽ ഐറ്റം തന്നെയാ. പെട്ടെന്ന് അവിടെ ഒരു എനർജി ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്. ഈ സമയത്ത് തോറാണെങ്കിലോ അവന്റെ ഫുൾ പവർ എടുത്ത് സ്റ്റോം ബ്രേക്കറിനെ ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വിടിയിക്കാൻ നോക്കുവാണ്. അങ്ങനെ അവസാനം അവൻ വിജയിച്ചു. സ്റ്റോം ബ്രേക്കർ താഴെ വീഴുവാണ്. അതോടെ അതിൽ നിന്ന് ബൈഫ്രോസ്റ്റ് പുറത്തേക്ക് വരുന്നത് നിന്നു. ഇനി സ്റ്റോം ബ്രേക്കർ ഇവിടെ വെക്കുന്നത് ശരിയല്ല. മാത്രമല്ല പിള്ളേരെയും ഇവിടെ നിർത്തുന്നത് ശരിയല്ല. തോർ സ്റ്റോം ബ്രേക്കർ AJPയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ബൈഫ്രോസ്റ്റ് തുറന്ന് പിള്ളേരെയൊക്കെ ന്യൂ അസ്ഗാർഡിലേക്ക് കൊണ്ടുപോകാൻ പറയുവാണ്. AJP മാസായിട്ട് സ്റ്റോം ബ്രേക്കർ കൈ പിടിച്ചെടുക്കുന്നു. ഇതെങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ AJP വെറും ഒരു കുട്ടിയല്ല, ഒരു അസ്ഗാർഡിയൻ കുട്ടിയാണ്. ഹൈംദാലിന്റെ മകനാണ്. അപ്പൊ അവന് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റോം ബ്രേക്കർ പൊക്കാനായിട്ട് മ്യോൾനിയർ പൊക്കുന്നത് പോലെ അർഹതയുടെ ആവശ്യമൊന്നുമില്ല. AJP ഒരു മാസ് ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞിട്ട് ബൈഫ്രോസ്റ്റ് തുറന്ന് പിള്ളേരെയും കൊണ്ട് രക്ഷപ്പെടുവാണ്. വെല്ലുവിളികളാകാം, പക്ഷേ നിന്നേക്കാൾ 4-5 കൂടുതലുള്ളത്. നേരത്തുണ്ടായ എനർജി ബ്ലാസ്റ്റില് ജെയിന് നന്നായിട്ട് തന്നെ പരിക്ക് പറ്റി. അവളുടെ ഹെൽമെറ്റ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അവൾ ഇത്രയും തളരാൻ കാരണം അവൾക്ക് ക്യാൻസർ ഉള്ളത് കൊണ്ട് കൂടിയാണ്. ഈ മ്യോൾനിയറിന്റെയും തോറിന്റെയും പവർ അവളുടെ ബോഡി താങ്ങുന്നില്ല. പക്ഷെ ഗോറിന് പേടിയാവാൻ തുടങ്ങി. കാരണം തോറിന്റെ ശക്തി ഇപ്പൊ നെക്രോസോഡിന്റെ മേൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ വിള്ളല് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തോറും തണ്ടർബോൾട്ട് കൊണ്ട് അങ്ങോട്ട് ചാടി വരുവാണ്. എന്നിട്ട് അവർ തമ്മിൽ നടക്കുന്ന ചെറിയൊരു ഫൈറ്റിന്റെ ഇടയ്ക്ക് തോർ നെക്രോസോഡിനെ തണ്ടർബോൾട്ട് വെച്ച് പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ സമയത്ത് തോർ നെക്രോസോഡിലുള്ള വിള്ളലുകൾ കാണുന്നു. അപ്പൊ തോറിനൊരു ഐഡിയ തോന്നി. അവൻ ജെയിന്റെ കണ്ണിലേക്ക് നോക്കുവാണ്. ജെയിൻ തോറിനെയും എന്താണ് തോർ ഉദ്ദേശിച്ചതെന്ന് ജെയിന് മനസ്സിലായി. തോറിന്റെയും ജെയിന്റെയും ചിന്തകൾ ഒന്നാണ്. അവരിപ്പോ ഒരേ മനസ്സായാണ് ചിന്തിക്കുന്നത്. തോർ അവന്റെ ഫുൾ പവർ എടുത്ത് നെക്രോസോഡിനെ തടഞ്ഞു നിർത്തി. അടുത്തതായിട്ട് ജെയിൻ ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു.
നെക്രോസോഡിനെ തകർക്കാൻ അവൾ എല്ലാ പവറും എടുത്ത് മ്യോൾനിയറിനെ നേരെ ആ വാളിന്റെ തുമ്പത്തേക്ക് വീശിയെറിയുവാണ്. മ്യോൾനിയർ വരുന്ന ദിശയിൽ തോർ നെക്രോസോഡിനെ വെക്കുന്നു. അത് രണ്ടും കൂട്ടിയിടിച്ചതോടെ നെക്രോസോഡ് പല കഷ്ണങ്ങളായിട്ട് ചിതറിത്തെറിക്കുവാണ്. അതാണ് മ്യോൾനിയർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നെക്രോസോഡിന് വീണ്ടും പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റും. മ്യോൾനിയർ വീണ്ടും കൂടിച്ചേർന്നല്ലോ. അതുപോലെ ഗോർ ആ വാളിന്റെ പിടി തന്റെ കയ്യിലേക്ക് എടുക്കുവാണ്. സോ ഗോറിനെ കൊണ്ട് അതും പറ്റും. തോർ എങ്ങനെയാണോ ആയുധങ്ങളെ കയ്യിലേക്ക് വിളിക്കുന്നത്, അതുപോലെ ഗോറിന് നെക്രോസോഡിനെ വിളിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നെക്രോസോഡിന്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് വീണ്ടും ഒരു വാളായി രൂപം കൊള്ളാൻ തുടങ്ങി. ജെയിന് മനസ്സിലായി ഇനി ഇങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. ദൂരേക്ക് തെറിച്ചുപോയ മ്യോൾനിയറിനെ അവൾ പല കഷ്ണങ്ങളാക്കുവാണ്. എന്നിട്ട് മ്യോൾനിയറിനെ അവളുടെ കയ്യിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നെക്രോസോഡിന്റെ കഷ്ണങ്ങളെ ഈ മ്യോൾനിയറിന്റെ ഉള്ളിലാക്കിയിട്ടാണ് ജെയിൻ മ്യോൾനിയറിനെ തിരിച്ചു വിളിക്കുന്നത്. സോ ഇപ്പൊ നെക്രോസോഡിന്റെ കഷ്ണങ്ങൾ മ്യോൾനിയറിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ വാളിന് മുഴുവനായിട്ട് തിരിച്ച് ഫോം ചെയ്യാൻ പറ്റില്ല. എന്താണ് ജെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ഗോറിന് ഏറെക്കുറെ മനസ്സിലായി. പക്ഷെ തൽക്കാലം നെക്രോസോഡ് ഇല്ലാത്തതുകൊണ്ട് ഗോറിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജെയിന്റെ ശരീരത്തിലുള്ള അവസാനത്തെ എനർജിയും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ കാര്യമായിരുന്നു ഇത്. അത് ജെയിനും അറിയാം, തോറിനും അറിയാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ജെയിന്റെ മുറിവുകൾ ഇപ്പൊ ഭേദമാവുന്നില്ല. കാരണം അവളുടെ അസുഖം അത്രമാത്രം അധികമായി. ജെയിൻ മരിക്കാതെ നിൽക്കുന്നത് പോലും ഇപ്പൊ മ്യോൾനിയർ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ്. ജെയിൻ അവസാനമായിട്ട് തോറിനെ ഒന്നുകൂടി നോക്കുവാണ്. തോറിന് മനസ്സിലായി ഇനി അവൻ ജെയിനെ കാണാൻ പോകുന്നില്ലെന്ന്. അധികം സമയം കളയാതെ ജെയിൻ തോറിന്റെ മുഴുവൻ ശക്തിയും അവളുടെ കയ്യിലുള്ള മ്യോൾനിയറിലേക്ക് ആവാഹിക്കുവാണ്. ഒരു വലിയ ഇടിമിന്നൽ അവളുടെ കൈകളിലേക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് ആ മിന്നലിന്റെ ശക്തിയോടെ അവൾ മ്യോൾനിയർ നിലത്താഞ്ഞൊരൊറ്റ അടി. ആ പ്രഹരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നെക്രോസോഡിന് സാധിച്ചില്ല. മ്യോൾനിയറിന്റെ ഉള്ളിലുണ്ടായിരുന്ന നെക്രോസോഡിന്റെ കഷ്ണങ്ങൾക്കൊപ്പം ഗോറിന്റെ കയ്യിലിരിക്കുന്ന നെക്രോസോഡിന്റെ ഭാഗങ്ങൾ പോലും പൊടിയായി പൊടിഞ്ഞ് താഴെ വീഴുവാണ്. നെക്രോസോഡ് ഉള്ളത് കൊണ്ടാണ് ഗോറിന് എത്ര പവർ കിട്ടുന്നതും അവൻ ജീവനോടെ ഇരിക്കുന്നതും. ഇത്രയും നാൾ ഗോറിന്റെ ജീവശക്തിയൊക്കെ നെക്രോസോഡ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് നശിച്ചു കഴിഞ്ഞപ്പോ ഗോർ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായി മാറുവാണ്. മരിക്കുന്ന മനുഷ്യൻ. താഴെ വീണ ജെയിനെ എണീപ്പിക്കാൻ തോർ വരുമ്പോ അവൾ അത് വേണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗോറിനെ തടയുകയാണ്. തോറിനും അത് ശരിയാണെന്ന് തോന്നി. പക്ഷെ സമയം വൈകിപ്പോയി. സ്റ്റോം ബ്രേക്കർ കാരണം എറ്റേണിറ്റിയുടെ ഗേറ്റുകൾ തുറന്നിരിക്കുന്നു. ആ വാതിൽ തുറന്നതോടെ ഗോർ നേരെ അങ്ങോട്ട് കടക്കുവാണ്. ഗോർ എറ്റേണിറ്റിയുടെ ഗേറ്റ് കടന്നതും അവിടെ ആകെ പ്രകാശം പരക്കാൻ തുടങ്ങി. അവർ 3 പേരും മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തുവാണ്. എറ്റേണിറ്റിയുടെ ഡയമെൻഷൻ. ഇവിടെ മുകളിലെ ആകാശവും താഴെ പരന്നു കിടക്കുന്ന വെള്ളവുമാണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒത്ത നടുക്കായിട്ട് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന സാക്ഷാൽ എറ്റേണിറ്റിയും ഈ പ്രപഞ്ചത്തിന്റെ ഒരു എംബോഡിമെന്റ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഒരു ചെറിയ രൂപമാണ് ഈ കാണുന്ന എറ്റേണിറ്റി. ആദ്യമായി മുന്നിൽ വരുന്നവന്റെ ഏതാഗ്രഹവും എറ്റേണിറ്റി സാധിച്ചു കൊടുക്കും. ഗോർ തന്റെ കൈകൾ ഉയർത്തി ഒരു വിജയിച്ച ആളുടെ സന്തോഷത്തോടെ എറ്റേണിറ്റിയോട് വരം ചോദിക്കാൻ പോവുകയാണ്. അവൻ മുട്ടുകുത്തി നിന്ന് അത് ചോദിക്കാൻ ഒരുങ്ങി. എല്ലാ ദൈവങ്ങളെയും ഇല്ലാതെയാക്കണം. പക്ഷെ അവനത് ചോദിക്കുമ്പോഴേക്കും തോർ അവനെ തടയുവാണ്. ഗോർ, നീ ഇത് നിർത്തണം. നീ അങ്ങനെ ചെയ്യരുത്. ഇല്ല തോർ, എന്റെ മോൾ എന്റെ കൈകളിൽ കിടന്നാണ് മരിച്ചത്. അവളുടെ അച്ഛനെന്ന നിലയ്ക്ക് ഞാനിത് ചെയ്തേ പറ്റൂ. നിന്റെ വേദന എനിക്കറിയാം ഗോർ. പക്ഷെ പ്രതികാരമല്ല ഇതിനുള്ള വഴി. പ്രതികാരമല്ലാതെ വേറെന്താണ് ഞാൻ ചെയ്യേണ്ടത്? വേറെന്താണ് ഇനി എനിക്കുള്ളത്? നിനക്ക് വേണ്ടത് സ്നേഹമാണ് ഗോർ. നിനക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ആരെങ്കിലും ഒരാൾ. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെ പറഞ്ഞു തോർ അവസാനമായിട്ട് ജെയിനെ കാണാൻ വേണ്ടി നടന്നു പോവാണ്. കാരണം അവളുടെ മരണം അടുത്തെത്തിക്കഴിഞ്ഞു. ഇത്രയുമായിട്ടും എനിക്ക് നേരെ പുറംതിരിഞ്ഞു നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ശരിയാണ് ഗോർ, നീ ജയിച്ചു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നീ ആഗ്രഹം ചോദിച്ച് ദൈവങ്ങളെല്ലാം ഇല്ലാതെയാക്കും. അതിന്റെ ഒപ്പം ഞാനും ഇല്ലാതെയാവും. പിന്നെ ഞാൻ എന്റെ അവസാന നിമിഷങ്ങൾ എന്തിനു നിന്നോട് തർക്കിക്കണം? എന്റെ അവസാന നിമിഷങ്ങൾ ഞാൻ സ്നേഹിക്കുന്ന ജെയിനുമായി പങ്കിടാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ എന്നും മുൻഗണന കൊടുത്തിട്ടുള്ളത് സ്നേഹത്തിന് മാത്രമാണ്. നിനക്കും അത് സാധിക്കും ഗോർ. നിനക്ക് വേണ്ടത് പ്രതികാരമല്ല. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതാണ് നിനക്ക് വേണ്ടത്. നിന്റെ സ്വന്തം മകൾ. പ്രതികാരം മനസ്സിൽ നിന്ന് മാറ്റിവെച്ചാൽ നിനക്ക് വരമായി നിന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നീ അതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് തോർ ജെയിന്റെ അടുത്തേക്ക് പോവാണ്. ജെയിൻ എണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അവസാനമായിട്ട് ജെയിൻ തോറിന്റെ മടിയിൽ കിടക്കുവാണ്. അവർ പരസ്പരം നോക്കുന്നു. തോർ പറഞ്ഞതും ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഗോറിന് ഓർമ്മ വരുന്നത് അവന്റെ മകളെയാണ്. പണ്ട് ദാഹിച്ചു വലഞ്ഞ് അവന്റെ കൈകളിൽ കിടന്ന് മരിച്ച അവന്റെ സ്വന്തം മകൾ. അന്ന് ഗോർ അനുഭവിച്ച വേദന അവൻ ഇപ്പോഴും ഓർമ്മ വരുന്നു. അപ്പൊ അവന് മനസ്സിലായി പ്രതികാരം കൊണ്ട് കാര്യമില്ല. തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പ്രതികാരം ചെയ്യണം? എല്ലാ ദൈവങ്ങളും ഒരുപോലെയല്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന തോർ അവൻ സ്നേഹമുള്ളവനാണ്. അവസാനം വരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ അവൻ സ്നേഹം തിരഞ്ഞെടുത്തു. അവൻ സ്നേഹിക്കുന്നവനുമായി സമയം പങ്കിടാൻ അവൻ തീരുമാനിച്ചു. ഇതൊക്കെ കാണുന്നതോടെ ഗോറിന്റെ മനസ്സ് ഭയങ്കരമായിട്ട് മാറുവാണ്. എല്ലാ ദൈവങ്ങളും ഒരുപോലെയല്ല എന്ന് ഗോറിന് മനസ്സിലായി. പ്രതികാരമല്ല തനിക്ക് ശരിക്കും വേണ്ടതെന്നും ഗോറിന് മനസ്സിലായി. ഗോർ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇപ്പൊ ഗോറിന്റെ ശരീരമൊക്കെ പഴയ മനുഷ്യന്റെ പോലെ ആയി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാലോ? നെക്രോസോഡ് ഇല്ലാതെ ആയതോടെ ഗോറിന്റെ നിലനിൽപ്പും ഇല്ലാതെയായി. അവന്റെ ജീവശക്തി മുഴുവൻ ആ വാൾ ഉപയോഗിക്കുന്നതിനാണ് ചെലവാക്കിയത്. ഇപ്പൊ ഗോറിന്റെ മരണം എന്തായാലും നടക്കുമെന്ന് ഉറപ്പാണ്. ഗോർ അവന്റെ വിഷമം തോറിന്റെ അടുത്ത് പറയുവാണ്. അവൻ മകളെ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഗോർ മരിക്കും. പിന്നെ മോളെ ആര് നോക്കും? ഗോറിന്റെ മകൾ ഈ ലോകത്ത് ഒറ്റയ്ക്കായി പോയില്ലേ? ഈ സമയത്ത് ജെയിൻ ഗോറിനൊരു വാക്ക് കൊടുക്കുകയാണ്. ഗോറിന്റെ മകൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. തോറിനും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ ജെയിന്റെ ആഗ്രഹം പോലെ തോറിനും ശരിയാണെന്ന് തോന്നിയ ഒരു കാര്യം അവർ തീരുമാനിക്കുന്നു. ഗോർ അവന്റെ മകളെ തിരിച്ചു
കൊണ്ടുവന്നാൽ തോർ അവളെ സ്വന്തം മകളെ പോലെ നോക്കും. അവൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ഇത് കേട്ടതോടെ ഗോറിന് കുറച്ചൊക്കെ സന്തോഷമായി. ഗോർ എറ്റേണിറ്റിയുടെ നേരെ തിരിഞ്ഞ് അവന്റെ ആഗ്രഹം ഒരു വരമായിട്ട് ചോദിക്കുവാണ്. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. പിന്നെ നമ്മൾ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന ഗോറിനെയും അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ഗോറിന്റെ മകളെയുമാണ്. ഗോറിന്റെ മകളുടെ നിഴൽ താഴെ വെള്ളത്തിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അവളിപ്പോ പഴയതുപോലെ ഒരു സാധാരണ കുട്ടിയല്ല. എറ്റേണിറ്റിയുടെ ശക്തിയിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ജന്മമാണ് അവൾ. അതിന്റേതായ പല പ്രത്യേകതകളും അവൾക്കുണ്ടാവും. ഗോർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ഒരുപാട് കാലം മുൻപ് നഷ്ടപ്പെട്ട അവന്റെ സ്വന്തം മകളെയാണ് കാണാൻ പറ്റുന്നത്. ഗോർ വിഷമം കൊണ്ട് കരയാൻ തുടങ്ങി. അവന്റെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടുള്ള അവന്റെ സ്വന്തം മോൾ. എന്തായാലും അവസാനമായിട്ട് ഗോർ അവന്റെ മകളെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്റെ മോളെ, നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ ഇങ്ങനെ കാണാൻ. അച്ഛനെന്ന മോളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം. മോൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. മോൾ ഗോറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗോറിന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം ജെയിനും മരണത്തിന്റെ വക്കിലെത്തി. ഞാൻ നിന്നോട് പറഞ്ഞില്ല തോർ, മ്യോൾനിയർ എന്നെ വിളിക്കുന്ന പോലെ തോന്നിയെന്ന്. ഞാനെന്ന് അവിടെ ചെന്ന് ആ ചുറ്റിക എടുത്തു കഴിഞ്ഞ് എന്റെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ ചുറ്റികയാണ്. ഒരുപക്ഷെ എന്റെ ജീവിതം നീട്ടിക്കിട്ടിയത് നിന്റെ ചുറ്റിക കാരണമാണ് തോർ, നീ കാരണമാണ്. പക്ഷെ എനിക്ക് നീട്ടിക്കിട്ടിയ ഈ ജീവിതം ഇപ്പൊ തീർന്നു പോകുന്നതിൽ എനിക്ക് വിഷമമില്ല. കാരണം ആ ജീവിതം ഒരുപാട് മനോഹരമായിരുന്നു. നീ പറയാറുള്ളത് പോലെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് നിറഞ്ഞതായിരുന്നു. എനിക്ക് നീട്ടിക്കിട്ടിയ ഈ കുറച്ചു കാലം എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കറിയാം ജെയിൻ, നീ ഒരു നല്ല തോറായിരുന്നു. നീ ഒരു നല്ല ഫൈറ്റർ ആയിരുന്നു. നീ അവസാനം വരെ പോരാടി, ശരിക്കുമുള്ള ഒരു തോറിനെ പോലെ. ആ തോർ, എനിക്കിപ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ നിന്നോട് എന്റെ പഞ്ച് ലൈൻസിനെ പറ്റി പറയാറില്ലേ? അങ്ങനെ എനിക്കൊരു പുതിയ പഞ്ച് ഡയലോഗ് കിട്ടി. ഞാനിപ്പോ പറയാം. അങ്ങനെ പറഞ്ഞ ജെയിൻ ഒരു സ്വകാര്യം പോലെ തോറിന്റെ ചെവിയിൽ ആ പഞ്ച് ഡയലോഗ് പറയുവാണ്. അത് തോറിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ജെയിനും സന്തോഷമായി. ഐ ലവ് യു സോ മച്ച് തോർ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ച് നീ എന്നെ ഓർത്തിരിക്കുമെന്ന് വേണ്ട കേട്ടോ. നിന്നെ സ്നേഹിക്കാൻ വരുന്നവരെ നീ ഒരിക്കലും ദൂരേക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഐ ലവ് യു ടു ജെയിൻ. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ നിന്നെ മറക്കാൻ പറ്റിയിട്ട് വേണ്ടേ? അതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ജെയിനും തോറും കിസ് ചെയ്യുവാണ്. അവരുടെ അവസാനത്തെ കിസ്. ഇതോടെ ജെയിൻ സ്വർണത്തിന്റെ പൊടികളായി വായുവിലേക്ക് പടരാൻ തുടങ്ങി. ഓഡിനും ഫ്രിഗിയൊക്കെ മരിച്ചപ്പോ അവർക്കും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ജെയിനിനെ നഷ്ടപ്പെട്ടതോടെ തോറിന് വിഷമം അടക്കാൻ സാധിച്ചില്ല. കാരണം അവന് ഇനി ആരുമില്ല. നിങ്ങൾ പറ, ഇനി തോറിന് ആരോ ഉള്ളത്? പക്ഷെ എവിടെയോ തോറിന് സ്വന്തം എന്ന് പറയാവുന്ന ആരോ ഒരാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സമയത്ത് ഗോർ മരണത്തിന്റെ വക്കിലെത്തി. അവൻ അവസാനമായി തോറിനെ നോക്കി തോറിന് നേരെ കൈകൾ നീട്ടുവാണ്. അതായത് ഒരു ദൈവത്തിന് നേരെ സഹായത്തിന് വേണ്ടി കൈകൾ നീട്ടുന്നത് പോലെ ഗോർ വീണ്ടും ഒരു ദൈവത്തിനെ വിശ്വസിക്കുവാണ്. ഒരു നല്ല ദൈവത്തിന്. അവസാനമായി ഗോർ പറയുന്നത്, എന്റെ മോളെ നന്നായിട്ട് നോക്കണം, അവളെ സംരക്ഷിക്കണമെന്നാണ്. ഞാൻ എന്റെ സ്നേഹം മുഴുവൻ കൊടുത്തിരിക്കുന്നത് എന്റെ മകൾക്കാണ്. എന്റെ സ്നേഹം മുഴുവൻ ഇവളുടെ ഉള്ളിലുണ്ട്. ഇനി ഇവൾക്കുള്ളത് നീ മാത്രമാണ് തോർ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഗോർ അവസാനമായി മകളെ നോക്കി അവളുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. ഗോറിന്റെ മകൾ വലിയ പ്രതീക്ഷയോടെ തോറിനെ നോക്കുന്നു. തോറും തിരിച്ചങ്ങനെ തന്നെ. അപ്പൊ തോറിനി ആരും ഇല്ലാത്ത ഒരാളല്ല. അവനെ സ്നേഹിക്കാനും പുതിയൊരാളെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഗോറിന്റെ മുഴുവൻ സ്നേഹം കൊടുത്തതുകൊണ്ട് ഇവളെ തോർ വിളിക്കുന്നത് ലവ് എന്നാണ്. ലവ് എന്ന് പറഞ്ഞ സ്നേഹം. അടുത്ത സീനി കാണിക്കുന്നത് ന്യൂ അസ്ഗാർഡ് ആണ്. അവിടെ ജെയിൻ ഫോസ്റ്ററിന്റെ മൈറ്റി തോർ രൂപത്തിലുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും അവർക്ക് വേണ്ടി പോരാടി മരിച്ച ജെയിനെ ആദരിക്കുന്നുണ്ട്. AJPയും കുട്ടികളും ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് അങ്ങോട്ട് തിരിച്ചു വന്നു. എന്തായാലും കുട്ടികളെ തിരിച്ചു കിട്ടിയപ്പോ എല്ലാ പാരന്റ്സിനും ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് AJPയുടെ അമ്മയ്ക്ക്. ആക്സൽ എന്നുള്ള പേര് മാറ്റി AJP എന്നുള്ള പേര് ഇട്ടതുകൊണ്ടാണോ അവനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. നമ്മുടെ വാൾക്കേറി ആണെങ്കിലോ അവളുടെ മുറിവൊക്കെ ഏകദേശം ഭേദമായി. വാൾക്കേറി ഇപ്പോ അസ്ഗാർഡിലെ കുട്ടികൾക്ക് ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഹൈംദാലിന്റെ മകനും നല്ലൊരു ഫൈറ്ററായി. അവനെ പഠിപ്പിക്കുന്നതോ ഒരു കൈ പോയ സിഫിന് ഒരു കൈ ഉള്ളൂവെങ്കിലും അവള് ഫൈറ്റിംഗിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളുടെ ആഗ്രഹം എന്താണെന്നറിയാലോ? ഫൈറ്റിന്റെ ഇടയ്ക്ക് മരിച്ച് വാൽഹല്ലയിൽ പോകണം. അസ്ഗാർഡിയൻസിന്റെ സ്വർഗത്തിൽ തന്റെ അച്ഛനായിട്ടുള്ള ഹൈംദാലിന്റെ കഴിവുകൾ പതുക്കെ AJPയിലേക്കും വരുന്നുണ്ട്. നമ്മുടെ കോർഗാണെങ്കിലോ അവന്റെ തല മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ അവന്റെ ബോഡിയിലെ ബാക്കിയുള്ള കല്ലുകളും പൂർണ്ണമായിട്ട് വന്നു. അവൻ പഴയതുപോലെ നല്ല കല്ലുകൾ നിറഞ്ഞ ഒരു കോർഗായിട്ട് മാറി. പക്ഷെ അവനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവനെ പറ്റിയ മറ്റൊരാളെ കണ്ടുപിടിച്ചു. ഒരു ബോയ് ഫ്രണ്ട്. എന്നിട്ട് അവർ കല്ലും നോക്കിയിരുന്ന് കല്ലും പിടിച്ചു. എന്നിട്ട് ലാവയിൽ കയറിയിരിക്കുവാണ്. ഇങ്ങനെ ഒരു മാസം ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കല്ല് പോലെ ഒരു കുട്ടി ജനിക്കും. കല്ലായി കടവത്തെ പുതിയൊരു ക്രോണൻ കുട്ടി. എന്തൊക്കെ കാണണം. കോർഗ് കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ബോയ് ഫ്രണ്ട് ഡ്വെയിൻ എന്ന് പേരുള്ള ഒരാളാ. അവരെന്താ ഉദ്ദേശിച്ചെന്നറിയോ? നമ്മളുടെ റിയൽ ലൈഫിൽ റോക്ക് എന്ന് പേരുള്ള ഒരാളുണ്ട്. WWE ഫൈറ്റിംഗ് ചാമ്പ്യനും ഒരു പേര് കേട്ട ആക്ടറുമാണ് ദ റോക്ക് എന്ന് പറയുന്ന ഡ്വെയിൻ ജോൺസൺ. റോക്ക് എന്ന് പറഞ്ഞ കല്ല്. റോക്കിന്റെ ശരിക്കുള്ള പേര് ഡ്വെയിൻ. സോ അത് വെച്ചിട്ടാണ് ഈ പുതിയ ക്രോണന് ഡ്വെയിൻ എന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ തോറിന്റെ കാര്യം. തോർ ഇപ്പോ വീണ്ടും ഫുഡ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ജെയിനു വേണ്ടിയല്ല, ലവിന് വേണ്ടി. അതായത് ഗോറിന്റെ മകൾക്ക് വേണ്ടി. അവരിപ്പോ ഭൂമിയിലൊന്നുമല്ല, അവരെവിടെയോ ഉള്ള മറ്റൊരു ഗ്രഹത്തിലാണ്. തോർ ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല. അവന് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയല്ലോ. അവനിപ്പോ ഹാപ്പിയാ. കുറെ നാൾ തോറിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവൻ മോളെ പോലെ കാണുന്ന അവന്റെ ലവ് കൂടെയുണ്ട്. ലവ് ആണെങ്കിലോ അവിടെ ജെയിൻ എഴുതിയ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളെ, ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണോ? ദേ ബ്രേക്ക്ഫാസ്റ്റ് എത്തി, പെട്ടെന്ന് കഴിക്കുക. അയ്യേ എനിക്കിതൊന്നും വേണ്ട, നമുക്കൊരു മന്തി കഴിക്കാൻ പോയാലോ?
എന്റെ പൊന്നുമോളെ മന്തിയൊന്നും ഇവിടെ കിട്ടില്ല, അതിന് നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകണം. എന്നപ്പോ തന്നെ പോവാം. അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തു തീർക്കാൻ കുറെ പണിയില്ലേ? പിന്നെ മോളെ, നീ AJP ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? നിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോ ഞാൻ കണ്ടു. അതൊന്നും വേണ്ട കേട്ടോ. AJP എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലിൻ ജോസ് പെരേര ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസർ. എന്റെ പൊന്നുമോളെ, AJPയുടെ ഫാനായിട്ട് ഹൈംദാലിന്റെ മോൻ അവന്റെ പേര് മാറ്റി AJP എന്നാക്കി. ഇനി നീയും പേര് മാറ്റോ? വേണ്ട വേണ്ട, AJPയെ കുറ്റം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഇങ്ങനെ പറഞ്ഞ് ദേഷ്യം വരുന്ന ലവ് അവളുടെ കണ്ണീന്ന് ലേസർ വിടുവാണ്. അവിടുത്തെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാൻ വരെ ചളങ്ങിപ്പോയി. മോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീട്ടിലെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങേണ്ടി വരും. തോറിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ തോർ മോൾക്ക് കാലില് ബൂട്ട് കെട്ടി കൊടുക്കുവാണ്. പണ്ട് തോറിനോട് അവന്റെ അമ്മയായിട്ടുള്ള ഫ്രിഗ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം തോർ ലവിന് പറഞ്ഞു കൊടുക്കുവാണ്. ആരെങ്കിലും നമ്മളുടെ മുന്നിൽ പേടിച്ചു നിൽക്കുന്നത് പോലെ തോന്നിയാൽ, സഹായം ആവശ്യമുള്ളത് പോലെ തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കണം. ആ സഹായിക്കുന്നത് ഒരു ഭാരമായി കാണരുത്. അത് നമ്മുടെ കടമയാണ്. അത് ആസ്വദിച്ച് ചെയ്യണം. ഇപ്പൊ തോർ മ്യോൾനിയർ അന്വേഷിക്കുമ്പോ അത് കാണാനില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ലവ് അതിന്റെ മേല് കുറെ പടമൊക്കെ വരച്ചു വെച്ചിരിക്കുവാണ്. മ്യോൾനിയറിനെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട്. മ്യോൾനിയർ പാവായതുകൊണ്ട് നന്നായി. സ്റ്റോം ബ്രേക്കറോ മറ്റായിരുന്നെങ്കിൽ കാണായിരുന്നു. ഒരാഴ്ച പിണങ്ങിയിരുന്നേനെ. എന്തായാലും പടം വരച്ചൊക്കെ നന്നായിട്ടുണ്ടെന്ന് തോർ മോളോട് പറയുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ഗ്രഹത്തിൽ വന്നിരിക്കുന്നത് ഈ ഗ്രഹത്തിൽ ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കുറെ ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായി. പരസ്പരം ഐ ലവ് യു പറഞ്ഞ് അവരവരുടെ ആയുധങ്ങൾ എടുത്ത് റെഡിയായി. തോർ ഉപയോഗിക്കുന്നത് മ്യോൾനിയർ ആണ്. സ്റ്റോം ബ്രേക്കർ ഉപയോഗിക്കുന്നത് ലവ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഈ ചെറിയ കുട്ടിയാണോ സ്റ്റോം ബ്രേക്കർ ഉപയോഗിക്കുന്നത്? ആക്ച്വലി ഇതൊരു ചെറിയ കുട്ടിയാണെങ്കിലും ലവ് ഇപ്പൊ പഴയ പോലെയുള്ള ഒരു കുട്ടിയേ അല്ല. എറ്റേണിറ്റിയുടെ ശക്തി കൊണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പവറുകൾ ലവിന് ഇപ്പൊ ഉണ്ട്. അതിലൊന്നാണ് കണ്ണിൽ നിന്ന് ലേസർ വിടുന്നത്. പിന്നെ അത്യാവശ്യം ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോം ബ്രേക്കർ ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഏലിയൻസിനെ കൊല്ലാൻ വേണ്ടി ഓടുവാണ്. ഓടുന്നതിന്റെ ഇടയ്ക്ക് തോറിന്റെ പുതുപുത്തൻ സ്യൂട്ടും അവൻ പുറത്തെടുക്കുന്നുണ്ട്. അസ്കാഡിയ മാജിക്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു അച്ഛനെയും മകളെയും പോലെ അവരുടെ യാത്ര തുടരുവാണ്. ഗോർ പണ്ട് മകൾക്ക് എല്ലാ സ്നേഹവും കൊടുത്തതുപോലെ തോർ അവന്റെ എല്ലാ സ്നേഹവും കൊടുക്കുന്നത് ഇപ്പൊ ഇവൾക്കാണ്. ഇടിമിന്നലിന്റെ ദേവനും അവൻ സ്നേഹിക്കുന്ന കുട്ടിയും. ഇവരാളുകൾ പല പേരിൽ വിളിക്കാറുണ്ടെങ്കിലും ഇവരറിയപ്പെടുന്ന പേരിതാണ് ദ ലവ് ആൻഡ് തണ്ടർ. ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് സിനിമയ്ക്ക് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പേര് വന്നത്. സിനിമയുടെ അവസാനമായപ്പോഴാണ് നമ്മൾക്കിത് മനസ്സിലായത്. സത്യം പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ടില്ല. അടുത്ത സീനി കാണിക്കുന്നത് ഒംനിപൊട്ടന്റ് സിറ്റിയാണ്. അവിടെ സ്യൂസ് ഇരിക്കുന്നുണ്ട്. നെഞ്ചാങ്കോട് പൊളിഞ്ഞെങ്കിലും അയാൾ ഇപ്പോഴും ചത്തിട്ടില്ല. ഒരു ദൈവം ആയതുകൊണ്ട് തന്നെ നല്ല ഹീലിംഗ് പവറും ആയുസും ഉള്ള ആളാണ് സ്യൂസ്. പക്ഷെ അയാൾ ഭയങ്കര ദേഷ്യത്തില. ഇവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ അപമാനിക്കപ്പെട്ടു. തോർ അയാൾ തോൽപ്പിച്ചു. അതും അയാളുടെ ആയുധം വെച്ച്. സ്വയം ഏറ്റവും വലിയ ദൈവമാണെന്നും തന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്നും വിചാരിച്ചിരുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി. പണ്ടാളുകൾക്ക് ദൈവങ്ങളെ ഭയം ഉണ്ടായിരുന്നു. ദൈവങ്ങളെ പേടിയും ബഹുമാനവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ അവർക്ക് ആരാധിക്കുന്നത് ദൈവങ്ങളെയല്ല, മറിച്ച് സൂപ്പർ ഹീറോകളെയാണ്. മനുഷ്യർക്ക് ദൈവങ്ങളോടുള്ള ഭയം വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. അതിന് അവരുടെ മേൽ നാശം വിതയ്ക്കണം. അതിനേക്കാളൊക്കെ മുന്ന് അവരെ ആരാധിക്കുന്ന സൂപ്പർ ഹീറോ ആയിട്ടുള്ള തോറിനെ കൊന്നു തള്ളണം. തോർ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് മരിച്ചു വീണാൽ മനുഷ്യർ വീണ്ടും ദൈവങ്ങളെ പേടിക്കും. അതിന് സ്യൂസിനെ സഹായിക്കാൻ പോകുന്നത് സ്യൂസിന്റെ മകനായിട്ടുള്ള ഹെർക്കുലിസ് ആണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഭീമന്റെ പോലെ ഗടാഗടീനായിട്ടുള്ള ഒരാളെയാണ്. ഇതാണ് ഹെർക്കുലിസ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹെർക്കുലിസ് സൈക്കിൾ, ഹെർക്കുലിസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഗ്രീക്ക് പുരാണത്തിൽ ഒരുപാട് പേര് കേട്ടതാണ്. അവന്റെ ശക്തിക്കും കഴിവിനുമാണ് ആളുകൾ അവനെ ആരാധിച്ചത്. ദ ഗോഡ് ഓഫ് സ്ട്രെങ്ത് എന്നും ഹെർക്കുലിസ് അറിയപ്പെടാറുണ്ട്. അതിശക്തനായ ഹെർക്കുലിസ് ആണ് തോറിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ എന്ത് സംഭവിക്കും? ഹെർക്കുലിസ് അല്ല, അവന്റെ അപ്പം വന്നാലും തോറിന് വെറും ആനമയിൽ ഒട്ടകവ. അതത്രേ ഉള്ളൂ. പക്ഷെ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഇന്ന് നിന്റെ അച്ഛൻ ഓടിനില്ല. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? പക്ഷെ സിനിമ കഴിഞ്ഞിട്ടില്ല. ദേ വീണ്ടും ഒരു സീൻ. ഇപ്പൊ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലമല്ല, അസ്ഗാർഡിയൻസിന്റെ സ്വർഗമായിട്ടുള്ള വാൽഹലയാണ്. ഈ വാൽഹലയെ പറ്റി മൂൺ നൈറ്റിൽ ടെവരറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഈജിപ്ഷ്യൻ ദൈവങ്ങൾ, ഇത് നോർസ് ദൈവങ്ങൾ. ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ സ്വർഗമാണ് ഡ്യുവാറ്റ്. അതുപോലെ വക്കാൻഡക്കാരുടെ സ്വർഗമാണ് ആൻസെസ്ട്രൽ പ്ലെയിൻ. അസ്ഗാർഡുകാരുടെ വാൽഹല. പക്ഷെ ദൈവങ്ങൾക്കൊക്കെ പരസ്പരം ഇതിനെപ്പറ്റി അറിയാമെന്നാണ് തോന്നുന്നത്. വാൽഹലയെ നമ്മൾ കാണുന്നത് ആരോ സ്വർണ്ണ നിറത്തിലുള്ള പൊടിയായിട്ട് അവിടേക്ക് വന്ന് കൂടിച്ചേരുന്നതാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ജെയിൻ ഫോസ്റ്റർ ആണ്. അവള് മരിച്ചപ്പോ സ്വർണ്ണപ്പൊടിയായി പോയല്ലോ, അതാണ് വാൽഹലയിൽ വന്ന് കൂടിച്ചേരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജെയിൻ അസ്ഗാർഡിയൻസിന്റെ സ്വർഗത്തിലേക്ക് എത്തി. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ജെയിൻ അസ്ഗാർഡിയൻ അല്ലല്ലോ, പിന്നെങ്ങനെ ഇവിടെ എത്തി? അതുപോലെ ഹൈംദാൽ ഒന്നും മരിച്ചപ്പോ അദ്ദേഹം സ്വർണ്ണപ്പൊടിയായിട്ട് പോയില്ല, പിന്നെങ്ങനെ ജെയിൻ സ്വർണ്ണപ്പൊടിയായിട്ട് പോയി? നമ്മൾക്ക് അറിയുന്നതനുസരിച്ച് ഒരു യുദ്ധത്തിന്റെ ഇടയിൽ മരിക്കുന്നവരാണ് വാൽഹലയിലേക്ക് എത്തുക. ജെയിൻ അങ്ങനെ തന്നെയാണ് മരിച്ചത്. പിന്നെ സ്വർണത്തിന്റെ പൊടിയായി പോയത് നമ്മൾ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടുള്ളത് വലിയ വലിയ ദൈവങ്ങളെയാണ്. റാപ്പു, ഓഡിൻ, പിന്നെ മരിച്ചു കിടന്ന ഫാലിഗൻ എന്ന് പറയുന്ന വലിയ ദൈവം, ഫ്രിഗ, ഇങ്ങനെ വലിയ പദവിയിലിരിക്കുന്ന ദൈവങ്ങൾ
ദൈവങ്ങളാണ് സ്വർണ്ണപ്പൊടിയായി പോകുന്നത് കാണാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓഡിൻ എന്ന് പറയുന്ന ദൈവമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെയിൻ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റാളുകളും ഇങ്ങനെ സ്വർണ്ണപ്പൊടിയായിട്ട് പോകും. ജെയിനും ഒരു തരത്തിൽ ഒരു തോറായി മാറിയിരുന്നു. ഓഡിന്റെ മന്ത്രം വഴിയാണ് മ്യോൾനിറിനെ കയ്യിലെടുക്കുന്നവർ തോറിന്റെ പവർ കിട്ടുന്നവരായി മാറിയത്. സോ ഓഡിനുമായി അവിടെ നേരിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ തോറിന്റെ മന്ത്രം വഴിയാണ് മ്യോൾനിർ ജെയിനിനെ തെരഞ്ഞെടുത്തത്. ജെയിനിന് തോറിന്റെ പവർ കിട്ടി. ആ പവർ വെച്ച് തന്നെയാണ് അവൾ ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയായിരിക്കും ജെയിനും സ്വർണ്ണപ്പൊടിയായി മാറിയത്. പെട്ടെന്ന് ജെയിനിന് ഒന്നും മനസ്സിലായില്ല. ആ സമയത്താണ് അവളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഒരാൾ വരുന്നത്. അത് മറ്റാരുമല്ല, AJPയുടെ അച്ഛനായിട്ടുള്ള നമ്മുടെ ഹൈംദാൽ. ആള് സ്റ്റൈലൊക്കെ മാറ്റി. അവസാനമായിട്ട് നമ്മൾ ഹൈംദാലിനെ കണ്ടത് ഇൻഫിനിറ്റി വാറിന്റെ തുടക്കത്തിലാണ്. അവസാനമായിട്ട് ഹൈംദാൽ അവന്റെ പവർ ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് ഹൾക്കിനെ ഭൂമിയിലേക്ക് അയച്ചു. അത് കഴിഞ്ഞ് താനോസ് ഹൈംദാലിനെ കുത്തിക്കൊന്നു. സോ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് മരിച്ചതുകൊണ്ട് തന്നെ ഹൈംദാലും വാൽഹല്ലയിലേക്ക് എത്തി. വാൽഹല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്യുവാറ്റ് എന്ന് പറയുന്നതൊക്കെ മറ്റൊരു ഡയമെൻഷനാണ്. ജെയിനും ഹൈംദാലിനും നേരത്തെ കണ്ട് പരിചയമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നടന്നതെന്ന് ഹൈംദാലിന് അറിയാം. ഹൈംദാലിന്റെ മകനായിട്ടുള്ള ആക്സിലിനെ ജെയിൻ സംരക്ഷിച്ചു. അവർക്ക് വേണ്ടി കൂടിയാണ് ജെയിൻ ഫൈറ്റ് ചെയ്ത് മരിച്ചത്. അതുകൊണ്ട് ഹൈംദാൽ ജെയിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഹൈംദാൽ ജെയിനെ വാൽഹല്ലയിലേക്ക് സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഈ സിനിമ വലിയ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാനിത് തുടക്കത്തിലേ പറയാതിരുന്നത് ആദ്യമായിട്ട് ഈ സിനിമ കാണാൻ പോകുന്നവരുടെ മൂഡ് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു തോർ സിനിമയെ പറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. തോറിന്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ മാർവൽ ഫാൻസിന് ആഘോഷമാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫൈറ്റ്, കോമഡി, രോമാഞ്ചം, ഒരു നല്ല സ്റ്റോറി, അങ്ങനെ പലതും. പക്ഷെ ഈ പറഞ്ഞ പലതും ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ സിനിമയിൽ എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെട്ട രണ്ട് സീൻ, ഒന്ന് ഗോറിന്റെ ഇൻട്രൊഡക്ഷനും ഒന്ന് തോർ തണ്ടർബോൾട്ട് പിടിച്ചെടുക്കുന്ന സീനുമാണ്. ഈ രണ്ട് സ്ഥലത്ത് മാത്രമാണ് എനിക്ക് രോമാഞ്ചം വന്നത്. ജെയിനുമായിട്ട് എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ പോലും തോന്നിയില്ല. അതുകൊണ്ട് ജെയിൻ മരിച്ചപ്പോ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. പണ്ട് തോർ ഡാർക്ക് വേൾഡിൽ കാണിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ജെയിനെ കാണിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും അനാവശ്യമായിട്ട് കോമഡി കുത്തിക്കയറ്റൽ. ഈ സിനിമയിൽ ഒരു സീനിൽ പോലും കോമഡി കുത്തിക്കയറ്റാത്തതായിട്ടില്ല. ഇമോഷണൽ സീൻ ആയിക്കോട്ടെ, മാസ് സീൻ ആയിക്കോട്ടെ, ഏതിന്റെ ഇടയ്ക്കും ഇവര് കോമഡി കുത്തിക്കയറ്റി. എന്നാൽ ഈ സിനിമയിലുള്ള കോമഡിയിൽ ചിരിക്കാൻ പറ്റുന്ന ഒരു പകുതി പോലും ഇല്ല. അതുകൊണ്ടാണ് ഈ സിനിമയെ ഏറ്റവും അധികം പേര് വെറുത്തത്. ഗോർ മാസായിട്ട് തോറിനെ പിടിച്ചു വെച്ചു. അപ്പൊ തോർ ചോദിക്കുക, ഗോറിന് ഡെന്റിസ്റ്റിനെ കാണാൻ സമയമായിരുന്നു. അടിപൊളി. ജെയിന് ക്യാൻസർ എന്ന് പറയുമ്പോൾ കോമഡി, അവസാനം ജെയിൻ മരിക്കാൻ കിടക്കുമ്പോൾ കോമഡി, ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് കോമഡി, മാസിന്റെ ഇടയ്ക്ക് കോമഡി. കോമഡി ഇല്ലാത്തൊരു സ്ഥലം പോലും ഈ സിനിമയിലില്ല. അത് ഒരുമാതിരി ചിരി വരാത്ത കോമഡികൾ. എന്താണ്ടായെന്ന് വെച്ചാൽ തോർ റാഗ്നറോക്ക് വേറെ ലെവലായിരുന്നു. അത് പെർഫെക്റ്റ് ആയിരുന്നു. കറക്റ്റ് കോമഡി, അതും നല്ല കോമഡി, കറക്റ്റ് മാസ്, കറക്റ്റ് ഇമോഷൻ എല്ലാം അതിലുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. എന്നാലും അത് സക്സസ് ആയപ്പോ, അത് ഹിറ്റ് ആയപ്പോ ഡയറക്ടർക്ക് തോന്നി കോമഡി കാരണമാണ് അത് ഹിറ്റായത്. എന്നാൽ ഇനി എടുക്കുന്ന സിനിമയില് ആവശ്യത്തിലധികം കോമഡി അങ്ങോട്ട് വാരി വിതറാം. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ അത് പാളിപ്പോയി. എന്നാൽ അതൊക്കെ പോട്ടെ. എനിക്ക് ഏറ്റവും വിഷമമായത് എന്താണെന്നറിയോ? നമ്മളുടെ അമേരിക്കൻ സൈക്കോ സിനിമയിൽ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച് കളഞ്ഞ ദ ക്രിസ്റ്റഫർ നോളന്റെ ബാറ്റ്മാനിൽ ഒരിക്കലും മറക്കാനാവാത്ത ബാറ്റ്മാൻ ആയിട്ട് അഭിനയിച്ച ഹോളിവുഡിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള ക്രിസ്ത്യൻ ബെയിലിനെ കിട്ടിയിട്ട് അവരുപയോഗിച്ചില്ല. അവര് ഗോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നു. അതിലഭിനയിക്കാൻ ക്രിസ്ത്യൻ ബെയിലിനെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? വെറും പിള്ളേര് പിടുത്തക്കാരനാക്കി മാറ്റിയില്ലേ? ഇതിന് ക്ഷമിക്കാൻ പറ്റില്ല ഗൈസ്, ക്ഷമിക്കാനേ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മൂൺ നൈറ്റില് ഓസ്കാർ ഐസക്കിനെ ഏത് ലെവലിലാണ് അവർ ഉപയോഗിച്ചത്? ഏത് ലെവലിൽ? ഇവിടെ ക്രിസ്ത്യൻ ബെയിലിനെ കിട്ടിയിട്ട് അവരെന്താണ് ചെയ്തത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഗോറിന്റെ ഇൻട്രോ സീൻ അടിപൊളിയായിരുന്നു. അവന് വില്ലനാവാനായിട്ടുള്ള എല്ലാ കാരണവും ഉണ്ടായിരുന്നു. റാപ്പുവിനെ കൊന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗോർ ദി ഗോഡ് ബുച്ചർ എന്നൊക്കെ പേരിട്ടു. എല്ലാ ദൈവങ്ങളെയും കൊല്ലും. ശരി, എന്നിട്ട് ഏത് ദൈവത്തിനെ കൊന്നാണ് കാണിച്ചത്? ഏതെങ്കിലും ഒരു ദൈവത്തിനെ ഗോർ കൊല്ലുന്നത് കാണിച്ചോ? ഇല്ല. മണ്ടനാണോ ഇതിന്റെ ഡയറക്ടറും റൈറ്ററും? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഒരു വില്ലനെ കൊണ്ടുവരുമ്പോ അയാളെ കണ്ട ആളുകൾ പേടിക്കണം. അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടാലേ ആളുകൾ പേടിക്കൂ. ഇത് ഗോർ ദി ഗോഡ് ബുച്ചർ, ദൈവങ്ങളെ വെട്ടിയെരിയുന്നവൻ. കുറെ ദൈവങ്ങളെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവങ്ങളുടെ ശവം കാണിച്ചു. എന്നാ ഒരു ദൈവത്തിനെങ്കിലും ഈ ഗോർ കൊല്ലുന്നത് കാണിച്ചൂടെ? ആ സിഫിന്റെ കൈ വെട്ടുന്നതെങ്കിലും കാണിച്ചൂടെ? ഒരു തേങ്ങ ഒരു കാണിച്ചില്ല. ഇതൊന്നും കാണിക്കാതെ നേരിട്ട് ഗോറിനെ അങ്ങോട്ട് തോറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഗോറിനെ കണ്ട് പേടിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. തേങ്ങ പേടിക്കും. ഗോറിനെ അടിപൊളിയാക്കി കാണിക്കുന്ന ഒരു നല്ല വില്ലനായിട്ട് കാണിക്കുന്ന ഒരു കഥ എഴുതാൻ പറഞ്ഞ ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് എഴുതും. നിങ്ങൾ എഴുതും ഇതിനേക്കാളും നന്നായിട്ട്. സംശയമുണ്ടോ? ഗോറിന്റെ പവർ അല്ലെങ്കിൽ ഗോറിന്റെ ക്രൂരത കാണിക്കുന്ന എന്ത് സീൻ അതിലുള്ളത്? പിള്ളേരെ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ ഒരു വില്ലൻ ചെയ്യുന്ന കാര്യം? എന്നിട്ട് തോറുമായിട്ടുള്ള ആദ്യത്തെ ഫൈറ്റിൽ തന്നെ തോർ ഗോറിനെ നിലത്തടിച്ചിട്ടു. കൊള്ളാം. അപ്പൊ തന്നെ ആ വില്ലന്റെ മാസ് പോയില്ലേ? എന്നാ പോകുന്നതിന് മുന്നേ തോറിന്റെ ടീമിലുള്ള ഒരു പ്രധാനപ്പെട്ട ആൾക്കെങ്കിലും നല്ലൊരു കുത്തോ പരിക്കോ ഏൽപ്പിച്ചിട്ടാണ് ഗോർ പോകുന്നതെങ്കിലും സഹിക്കായിരുന്നു. ഇതൊന്നുമില്ല. എന്നിട്ട് പിള്ളേരെ പിടിച്ചു വെച്ച് തോർ വരുന്നത് നോക്കിയിരുന്നു. ഇതാണ് ഗോർ ചെയ്തത്. കോമിക്സിലേക്ക് ഗോർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കാര്യങ്ങൾ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ആ ക്യാരക്ടറിനെയാണോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു ക്യാരക്ടറിനെയും വേസ്റ്റ് ആക്കി, ഒരു ആക്ടറിനെയും വേസ്റ്റ് ആക്കി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്തെന്ന്. സത്യം പറയാലോ, ആ ഷാങ് ചിയിലെ വെൻവുവിന് വരെ ഗോറിനേക്കാൾ നല്ല സ്ക്രീൻ
സ്പേസ് കിട്ടി, അഭിനയിക്കാനുള്ള അവസരം കിട്ടി. എന്താ അങ്ങയുടെ ഒരു ആറ്റിറ്റ്യൂഡും പവറും നിങ്ങൾ കണ്ടതല്ലേ? തോർ ഫാൻസിന് വിഷമമായിട്ട് കാര്യമില്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. തോർ ഫാൻസിന് പോലും വെറുപ്പിച്ച സിനിമയാണിത്. ഈ സിനിമയേക്കാൾ എനിക്കിഷ്ടം ഷാങ്ചിയാണ്. ഈ സിനിമയേക്കാൾ 10 ഇരട്ടി മികച്ചതാണ് മൂൺ നൈറ്റ്. ഞാൻ എന്റെ അഭിപ്രായം പറയും, സത്യം പറയണല്ലോ, എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഷോ പോയി കാണാനുള്ള ആളാണ്. എൻ ഗെയിമിന് ശേഷം തോറിന്റെ ഒരു സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഹൈ ലെവലായിരുന്നു എക്സ്പെക്ടേഷൻ. ഇനി അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാതെ പോയെന്ന് വെച്ചാൽ അല്ല, ശരിക്കും ഈ സിനിമയ്ക്ക് പല കുഴപ്പങ്ങളും ഉണ്ട്. എന്നാൽ എനിക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. തോറിന് ഇത്രയൊക്കെ പൊക്കി പറയാനുള്ള ഞാൻ തോറിന്റെ ഒരു സിനിമയെ ഇങ്ങനെ താഴ്ത്തി പറയേണ്ട അവസ്ഥയെത്തി. എൻ ഗെയിം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ നിർത്തി എന്നുള്ളതിന് പല കാരണങ്ങളിൽ ഒന്നാണിതും. എൻ ഗെയിം കഴിഞ്ഞതോടെ ആ MCUവിന്റെ ഒരു മാജിക് അങ്ങോട്ട് അവസാനിച്ചു. പിന്നെ വളരെ കുറച്ച് സിനിമകളിലും സീരീസിലുമാണ് ആ ഒരു മാജിക് കാണാൻ പറ്റിയത്. ബാക്കിയൊക്കെ തട്ടിക്കൂട്ടായിരുന്നു. എന്നാൽ നല്ല ലെവലിലുള്ള ഐറ്റങ്ങളാണെങ്കിലോ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കുറെ കഷ്ടപ്പെടേണ്ടി വരും. എനിവേ, ഈ സിനിമയെ കുറ്റം പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്റെ അഭിപ്രായം. ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്നല്ലാട്ടോ പറയുന്നത്, എന്നാലും നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് വന്നില്ല. ഈ സിനിമ ഇഷ്ടപ്പെട്ടവര് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടാവും. മൂൺ നൈറ്റിനും ഷാങ്ചിക്കും ഒന്നും ഇതുപോലെ ചോദിച്ചില്ല, പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ കമന്റ് ഇടേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്നും, വലിയ കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ എന്നും കമന്റ് ഇടുക. അതെന്തായാലും ചെയ്യണം, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ എനിക്ക് മാത്രമാണ് ഇഷ്ടപ്പെടാത്തത്. ഒരു വട്ടം കൂടി പറയുവാണ്, ഞാൻ തോറിനെതിരായിട്ടല്ല പറയുന്നത്. തോർ ഫാൻസ് ഒരിക്കലും എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങൾക്കറിയാലോ തോറിന് എന്തുമാത്രം മാസ് സീനുകളാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇൻഫിനിറ്റി വാറിലും എൻ ഗെയിമിലും ഒക്കെ. ഞാൻ തന്നെയാണ് ഈ പറയുന്നത്. കുഴപ്പമില്ല, തോർ ഇനിയും വരുമല്ലോ. ഒരുപക്ഷെ ഇനി വരുമ്പോ തോർ ഏറ്റവും സ്നേഹിക്കുന്ന അവന്റെ സ്വന്തം മകളെ പോലെ കരുതുന്ന ലവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ, തോറിന്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിയെടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ, ഒരുപക്ഷെ അയാൾ തോറിനേക്കാൾ ശക്തനാണെങ്കിലോ തോറിന് ജയിക്കാൻ സാധിക്കുമോ? ഒരു വട്ടം കൂടി കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ തോറിനെ കൊണ്ട് സാധിക്കുമോ? അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. തോർ വിൽ റിട്ടേൺ ഇൻ ഡൂംസ്ഡേ. പിന്നെ മാർവലിന്റെ ഭാഗത്ത് നിന്ന് സ്പൈഡർ നോയൽ എന്ന് പറയുന്ന ഒരു പുതിയ TV ഷോ ഇറങ്ങിയിട്ടുണ്ട്. ഗോസ്റ്റ് റൈഡർ ആയിട്ട് അഭിനയിച്ച നിക്കോളാസ് കേജ് ആണ് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. സ്പൈഡർ നോയർ എന്ന് കേട്ടപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം, നമ്മൾ ഇൻടു ദ സ്പൈഡർവേഴ്സും അക്രോസ് ദ സ്പൈഡർവേഴ്സും ഒക്കെ കണ്ടപ്പോൾ അതിൽ ബ്ലാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് ഡിറ്റക്റ്റീവിന്റെ പോലെ ഒരു സ്പൈഡർമാനെ കണ്ടില്ലേ? അതാണ് സ്പൈഡർ നോയർ. അയാളുടെ കഥയാണ് ഈ TV ഷോയിൽ പറയുന്നത്. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിൽ കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാം. സത്യം പറഞ്ഞാൽ ഗോറിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദി പോലെയാണ്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ദൈവങ്ങൾ അവനെ സഹായിച്ചില്ല, ദൈവങ്ങൾ അവന് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ അവന് ദൈവങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഗോവിന്ദചാമിയെ പോലെയും എപ്സ്റ്റീനെയും പോലെയുള്ള ക്രിമിനലുകളൊക്കെ വയസ്സായി മൂത്ത് നരയ്ക്കുന്നവരെ ജീവിക്കുന്നുണ്ട്. അതേസമയം ജനിച്ചു വീഴുന്ന പിഞ്ചു കുട്ടികൾക്ക് പോലും ക്യാൻസർ വന്ന് വേദനിച്ച് മരിക്കുന്നു. എന്താ ഇതിന്റെ കാരണം? ഇതൊന്നും ദൈവങ്ങൾ കാണുന്നില്ലേ? അതോ ദൈവത്തിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലേ? അങ്ങനെ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ പല ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങളും, അതൊന്നും രണ്ടും അല്ല, ഒരു 10-15 ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാനുള്ള പുതിയൊരു പ്രതീക്ഷയും ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടും. അത് നല്ല കാര്യം തന്നെ. വിശ്വാസത്തിന്റെ പേരിൽ ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ കാരണം പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിലെങ്കിൽ, അപ്പോഴും വിശ്വാസം നല്ലതാണ്. ഇനി ദൈവത്തിനെ പേടിച്ചിട്ടെങ്കിലും ആൾക്കാർ മോശം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നരകത്തിൽ പോവും, നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും ആളുകൾ നല്ലവരാവുന്നുണ്ടെങ്കിൽ അപ്പോഴും വിശ്വാസം നല്ലതാണ്. പക്ഷെ അതേസമയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളും മരണങ്ങളും നടക്കുന്നത് ഈ വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തന്നെയാണ്. അതും കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. പിന്നെ സ്വയം വേദനിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ തന്നെ സഹായിക്കുന്നു വിചാരിക്കുന്നവരുണ്ട്. കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുക, തീക്കനലിൽ കൂടെ നടക്കുക, അങ്ങനെ എന്തൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്നേഹമുള്ള ദൈവമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തന്മാര് വേദനിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമുണ്ടാവോ? ഒരിക്കലുമില്ല. അങ്ങനെ ഭക്തന്മാര് വേദനിക്കുന്നത് കണ്ടിട്ടാണ് അനുഗ്രഹം കൊടുക്കുന്നതെങ്കിൽ ആ ദൈവം അത്ര നല്ല പുള്ളിയല്ല. പിന്നെ ചിലര് കുറെ പൈസ മുടക്കി ലക്ഷങ്ങളൊക്കെ മുടക്കി പൂജകളും ആചാരങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് കണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതാണ് വിചാരം. പക്ഷെ അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം പണക്കാരുടെ കൂടെയല്ലേ? അതിന്റെ അർത്ഥം പാവപ്പെട്ടവർ ആ ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ? പണക്കാര് പൈസ മുടക്കി പൂജ ചെയ്യുമ്പോൾ മാത്രം ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അത് ശരിയാണോ? അങ്ങനെ ഒരു ദൈവം നല്ലവനാണോ? അല്ല. ഒരു ബസ് മറിഞ്ഞ് 10 പേര് മരിച്ചാൽ പോട്ടെ, ദൈവത്തിനെ കാണാനായിട്ട് വല്ല അമ്പലത്തേക്ക് പള്ളിയിലേക്കൊക്കെ പോകുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്ന ഒരു ബസ് മറിഞ്ഞ് 10 പേര് മരിച്ചാൽ എന്തുകൊണ്ടാണ് ദൈവത്തിന് അത് തടയാൻ പറ്റാത്തത്? അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഭക്തന്മാരല്ലേ? ശരി, അത് പോട്ടെ. ഈ ബസ് മറിഞ്ഞ് 10 പേരില് 9 പേര് മരിച്ചു എന്ന് വിചാരിക്കുക, ഒരാൾ രക്ഷപ്പെട്ടു നോക്കി. ആളുകൾ പറയും ദൈവം രക്ഷിച്ചു, ദൈവം ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ബാക്കി 9 പേരുടെ കാര്യമോ? അവര് മരിച്ചില്ലേ? അപ്പൊ അവരെന്താ ദൈവം സഹായിക്കാത്തത്? അതെന്താ ഒരാളെ മാത്രം രക്ഷപ്പെടുത്താനുള്ള കഴിവ് ദൈവത്തിനുള്ളൂ? പിന്നെ എല്ലാവരും പറയാറുണ്ട് ദൈവം അറിയാതെ ഒന്നും നടക്കാറില്ലാന്ന്. എങ്കിൽ പിന്നെ ഈ വണ്ടി മറിച്ചിട്ട് എന്തിനാ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്? വണ്ടി മറിയുന്നത് നേരത്തെ ദൈവത്തിന് തടഞ്ഞാൽ പോരെ? ഈസി. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഉള്ളി വെച്ച് പോലും പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും അടക്കം മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെടാറുണ്ട്. ഇതെന്താ ദൈവം ശ്രദ്ധിക്കാത്തത്? ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്? പാവപ്പെട്ടവരെ പരീക്ഷിക്കും, കഷ്ടപ്പെടുത്തും, ദുഷ്ടന്മാരെ പന പോലെ വളർത്തിയിട്ട് താഴെയിടും എന്ന
എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ദുഷ്ടന്മാര് പന പോലെ വളർന്നു പോകുന്നതല്ലാതെ അവർ താഴേക്ക് വരുന്നൊന്നും കാണാറില്ല. പാവങ്ങളാണെങ്കിൽ ഭക്ഷണം പോലും ഇല്ലാതെ മരിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ദൈവം പാവങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ച് കഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ദൈവത്തിന് എന്ത് സുഖം കിട്ടുക? എന്തിനാ ദൈവം ഈ ദുഷ്ടന്മാരെ വളർത്തുന്നത്? അവരെ നേരത്തെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ പോരെ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ ചോദിക്കുന്നതല്ല, വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ധവിശ്വാസികളാണെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാതെ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു നിരീശ്വരവാദിയാണ്, ഏത്തിസ്റ്റ്. പക്ഷെ അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവവിശ്വാസം കൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഈ പറയുന്നത് ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. അത് പ്രാർത്ഥിക്കാനൊന്നുമല്ല, അമ്പലത്തിലെ അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു നല്ല പോസിറ്റിവിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അവിടുത്തെ ആൽമരം, കാറ്റ്, അങ്ങനെയൊക്കെ. ഞാനിടയ്ക്ക് പള്ളിയിലും പോകാറുണ്ട്. അവിടെ അടിപൊളിയാണ്. നല്ല സൈലന്റ് ആയിട്ട് അവിടുത്തെ ബെഞ്ചിലിരിക്കാനും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങൾ കാണാനും. ഇനിയിപ്പോ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നോ പ്രോബ്ലം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെ ദൈവത്തിന് എതിരൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ചോദ്യങ്ങൾ കാണുമ്പോൾ എനിക്കത് കാണാതിരിക്കാൻ വയ്യ. നിങ്ങൾ എന്നെ തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാ നിങ്ങൾ എന്നെ തെറി പറയുന്നത്? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യം മാത്രമേ ഞാൻ എടുത്തു ചോദിച്ചിട്ടുള്ളൂ. ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ. തൽക്കാലം ഞാൻ ചോദിക്കുന്നില്ല. ചിലർ പറയാറുണ്ട് ദൈവം ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലതെന്ന്. കാരണം ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും ഈ ലോകത്തുണ്ടാവും. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ പലർക്കും തോന്നും നീ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ട് അത് ചെയ്താൽ പോരെ, എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നേ ഉള്ളൂ. ആരും പേഴ്സണൽ ആയിട്ടൊന്നും എടുക്കണ്ട. ഇത് ദൈവങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണല്ലോ. പ്രത്യേകിച്ച് ഗോറിന്റെ മെന്റാലിറ്റി രൂപപ്പെടാനുള്ള കാരണവും അവൻ വില്ലനാവാനുള്ള കാരണവും ഇത് തന്നെയാണ്. ദൈവങ്ങൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. ദൈവങ്ങളിൽ നിന്ന് അവനൊന്നും കിട്ടുന്നില്ല. അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. സോ അങ്ങനെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആൻഡ് മറ്റൊരു കാര്യം, ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ. ഈ വട്ടം ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുറെ കാലമായിട്ട് എനിക്ക് അറിയുന്ന ശ്രേയസ് എന്ന് പറയുന്ന ഒരു പയ്യനെന്ന് പറയാൻ കാരണം പ്രായത്തിൽ കുറവായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശ്രേയസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചു. തോർ ലവ് ആൻഡ് തണ്ടർ കണ്ടിട്ട് എനിക്ക് വരുന്ന ഡൗട്ടുകൾ ഞാൻ ശ്രേയസിനോട് പറയും. അപ്പൊ ശ്രേയസ് അതിന്റെയൊക്കെ ഉത്തരം കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഓടിന്റെ കാക്കകളുടെ വേഗത്തിൽ പോയി വരാൻ പറ്റട്ടെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് ഡൗട്ട് തോന്നി, എന്താണ് ഈ ഓടിന്റെ കാക്കകൾ? ഇത് ഞാനിരുന്ന് നോക്കുകയാണെങ്കിൽ ടൈം വേണ്ടി വരും. അപ്പൊ ഞാനതിന് ടൈം എടുക്കും തോറും വീഡിയോ വരാൻ വീണ്ടും വീണ്ടും ടൈം എടുക്കും. സോ ഞാൻ ഈ ഡൗട്ട് ശ്രേയസിന് അയച്ചു കൊടുത്തു. ശ്രേയസ് എന്റെ ഉത്തരം കണ്ടുപിടിച്ച് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ശ്രേയസ് അത്യാവശ്യം മാർവലിലൊക്കെ അറിവുള്ള ആളാണ്. ഇനിയിപ്പോ അറിയാത്ത ഉത്തരവാണെങ്കിൽ തന്നെ അത് തേടി കണ്ടുപിടിക്കാനും ആള് മെനക്കെടാറുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൾ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തന്നു. അതുകൊണ്ട് തന്നെ പാർട്ട് 1 അധികം സമയം എടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റി. തുടർന്ന് മറ്റു പാർട്ടുകളും. ഇന്നത്തെ പാർട്ട് വൈകിപ്പോയത് മറ്റു ചില തിരക്കുകൾ കൊണ്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ശ്രേയസ് അത് ചെയ്തു. ഒരു വർക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ സിനിമ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ശ്രേയസിന് ഒരു ചാനലുണ്ട്, ദ ബ്രേക്ക് ഡൗൺ ലാബ് എന്നാണ് പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ മാർവലിൽ നല്ല അറിവുള്ള, ഇങ്ങനെ ഡൗട്ടുകളൊക്കെ കണ്ടുപിടിച്ച് പറയാൻ പറ്റുന്ന, പ്രത്യേകിച്ച് മാർവലിന്റെ എല്ലാ സിനിമകളും സീരീസും കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ മാർവലിന്റെ സിനിമകളും സീരീസും കണ്ട ആളായതുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൽ ഏകദേശം ഒരു അറിവ് വേണം. ഡെയർ ഡെവിൾ, അതുപോലെ മാർവലിന്റെ അധികം അറിയപ്പെടാത്ത മറ്റ് സീരീസുകൾ, ഇതുവരെ ഇറങ്ങിയ മെയിൻ MCUവിലെ സിനിമകളും സീരീസുകളും, ഇപ്പൊ ഇന്ന് ഇറങ്ങുന്ന സ്പൈഡർ നോയർ, ഇതൊക്കെ നിങ്ങൾ കാണുന്ന ആളാണെങ്കിൽ, അതിന്റെ കഥയൊക്കെ അത്യാവശ്യം അറിയുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വർക്ക് പോലെയും ചെയ്യാം. പക്ഷെ ആദ്യമേ പറയുന്നു, ഈ ഡൗട്ടൊക്കെ തേടി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എന്തുത്തരം പറഞ്ഞാലും ഞാനത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ചാനലിൽ പറയൂ. പക്ഷെ എനിക്ക് ടൈം സേവ് ചെയ്യാം. അപ്പൊ അങ്ങനെ മാർവലിന്റെ ഒട്ടുമിക്ക എല്ലാം കണ്ടിട്ടുള്ള അത്യാവശ്യം അറിവുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇതുപോലെ ഒരു സിനിമയുടെയും സീരീസിന്റെ അവസാനം ആരാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Ready? Is you
just blink.